السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك أوحينا إليك روحا من أمرنا ما كنت تدري ما الكتاب ولا الإيمان، ولكن جعلناه نورا نهدي به من نشاء من عبادنا، وإنك لتهدي إلى صراط مستقيم، صراط الله الذي له ما في السماوات وما في الأرض، ألا إلى الله تصير الأمور. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا من يجيب دعاء المضطر في الظلم، يا كاشف الضر والبلوى مع السقم، قد نام وفدك حول البيت وانتبهوا، وعين جودك يا قيوم لم تنمي، هب لي بجودك فضل العفو أنزل لي، يا من إليه رجاء الخلق في الحرم، إن كان عفوك لا يرجوه ذو خطئي، فمن يجود على العاصين بالنعم. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൂറത്തായ സൂറത്തുൽ ഫാത്തിഹ, അതിലെ 5 ആയത്തുകളാണ് നാം 5 ദിവസം കൊണ്ട് സംസാരിച്ചിട്ടുള്ളത്. ആദ്യത്തെ ദിവസം
ഫാത്തിഹയുടെ തീരത്ത് എന്ന വിഷയത്തിലൂടെ ഫാത്തിഹയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങളാണ് ഉണർത്തിയത്. ഇന്ന് നാം സംസാരിക്കുന്നത് ഫാത്തിഹ സൂറത്തിലെ 6-ാമത്തെ ആയത്ത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിനെ സംബന്ധിച്ചാണ്. നാളെ ഇൻഷാ അല്ലാഹ് ദിക്ർ ഹൽഖയോടനുബന്ധിച്ച് കുറച്ചു സമയം പ്രസംഗിക്കൽ നമ്മുടെ പതിവിൽ ഉണ്ടല്ലോ. ആ സമയത്ത് 7-ാമത്തെ ആയത്തിനെ സംബന്ധിച്ച് നാളെ അല്ലാഹു തൗഫീഖ് ചെയ്താൽ കൂടുതൽ വിവരണങ്ങൾ നൽകും. ഇന്നതിലേക്ക് കടക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് ഉണർത്തുകയാണ്. ഇന്നത്തെ വിഷയം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിനെ ആസ്പദമാക്കി ലഭിക്കേണ്ടത് നേർമാർഗം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പുകഴ്ത്തി പറയുന്ന, അവന്റെ സ്ഥാനം എടുത്തു പറയുന്ന ആയത്തുകൾ സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തിൽ നമ്മെ പഠിപ്പിക്കുകയും നാം അത് പാരായണം ചെയ്യുകയും ചെയ്തുവല്ലോ. അതിനുശേഷമായി നാം അല്ലാഹുവിലേക്ക് അടുക്കുകയും അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന രംഗത്തേക്ക് ഫാത്തിഹയുടെ ആദ്യ ഭാഗം ഓതിയ അടിമ എത്തിച്ചേരുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അർത്ഥം കുറിക്കുന്ന ആയത്തിനെ സംബന്ധിച്ചാണ് ഇന്നലെ നാം വിവരിച്ചത്. അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന ഒരു രംഗമാണ്. അടിമയും ഉടമയും തമ്മിൽ അടുത്തു കഴിഞ്ഞു. നീ എന്ന് അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന രംഗത്തേക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യഭാഗം പഠിപ്പിച്ച ആശയങ്ങൾ വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും പ്രഖ്യാപിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ മനുഷ്യൻ അല്ലാഹുവിനോട് നേരിൽ സംസാരിക്കുന്ന രംഗത്തേക്ക് എത്തിക്കഴിഞ്ഞു. ആ നിലക്കാണ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കുന്നു, സഹായം തേടുന്നു എന്ന അർത്ഥത്തിലുള്ള ആയത്ത് ഇന്നലെ നാം വിവരിച്ചിട്ടുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലോ. ഇന്നലെ നാം അത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ആ ഇബാദത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം യജമാനന് നന്ദി ചെയ്ത്, യജമാനനെ അറിഞ്ഞ് അവന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനുള്ളതാണ്. എന്നാൽ പിന്നെ മനുഷ്യൻ കച്ചവടം ചെയ്യുന്നുണ്ടല്ലോ, മനുഷ്യൻ കൃഷി നടത്തുന്നുണ്ടല്ലോ, മറ്റു പലതും ഭൗതികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടല്ലോ. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് ഇബാദത്തിന് വേണ്ടി മാത്രമാണല്ലോ എന്ന ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. മറുപടി വളരെ വ്യക്തമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ദുർബലനായ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നുവല്ലോ. ഈ ഭൂമി ലോകം അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യാനുള്ള ലോകം ആണ്. ആ ഇബാദത്ത് ചെയ്യണമെങ്കിൽ മനുഷ്യന് ഇവിടെ ജീവിക്കണം. ജീവിക്കാൻ അല്ലാഹു എന്തെല്ലാം സംവിധാനങ്ങൾ വെച്ചു കൊടുത്തിട്ടുണ്ടോ, അല്ലാഹു അനുവദിച്ചു കൊടുത്ത സംവിധാനങ്ങൾ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ മനുഷ്യന് ജീവിക്കാൻ കഴിയൂ. ജീവിച്ചാൽ മാത്രമേ മനുഷ്യന് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇബാദത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്, ഇബാദത്തിന്റെ മാർഗമാണ്, ഉപാധിയാണ് അതിന്റെ
ആവശ്യത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കച്ചവടങ്ങളും കൃഷികളും ബിസിനസ്സുകളും ജോലികളും തൊഴിലുകളും പഠനങ്ങളും അധ്യാപനങ്ങളും സ്ഥാപനങ്ങളും എല്ലാം ഇവിടെ ജീവിക്കാനുള്ളതാണ്. ജീവിക്കുന്നത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ മനുഷ്യനൊരിക്കലും തന്നെ ലക്ഷ്യം മറന്നുകൊണ്ട് ഈ ഉപാധിയിൽ കുടുങ്ങിപ്പോകാൻ പാടില്ല. ഞാൻ എന്തിനു കച്ചവടം ചെയ്യുന്നു? ഞാൻ കച്ചവടം ചെയ്യുന്നത് എനിക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും എന്റെ ബാപ്പക്കും ഉമ്മക്കും ബന്ധപ്പെട്ടവർക്കും ചെലവിന് കൊടുക്കാൻ വേണ്ടിയാണ്. അത് എനിക്ക് അല്ലാഹു എനിക്ക് നിർദ്ദേശം നൽകിയ ഒരു കാര്യമാണ്. പടച്ചവൻ കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നത് തന്നെയല്ലേ ഇബാദത്ത്? പടച്ചവനെ ബഹുമാനിച്ച് ഒരാള് കുറെ മേൽപോട്ട് തുള്ളിയാൽ അത് ഇബാദത്താകുമോ? അല്ലെങ്കിൽ പടച്ചവനെ ബഹുമാനിച്ചിട്ട് ഒരാള് 5 നേരം ഒരു സ്ഥലത്ത് പോയിട്ട് 10 മിനിറ്റ് കടന്നാൽ അത് ഇബാദത്താകുമോ? ശർഇന്റെ ദൃഷ്ടിയിൽ ഒരു കാര്യം ഇബാദത്താകുന്നത് അല്ലാഹു കൽപ്പിച്ച പുണ്യകർമ്മമാകുമ്പോഴാണ്. അല്ലാഹു കൽപ്പിച്ച പുണ്യകർമ്മം, അതാണ് ശർഇന്റെ ദൃഷ്ടിയിൽ ശർഇയായ ഇബാദത്ത്, പുണ്യം ലഭിക്കുന്ന കാര്യം. ഇബാദത്ത്, ഖുർബത്ത്, ത്വാഅത്ത് എന്നതിനിടയിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ചില വിവേചനങ്ങൾ ഉണ്ട്. ഞാൻ ആ ആഴത്തിലേക്ക് കടന്നുകൊണ്ടല്ല ഇപ്പോൾ സംസാരിക്കുന്നത്, സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിധേയമായി അവന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന പുണ്യകർമ്മം, അതാണ് ഇബാദത്ത്. അപ്പൊ അല്ലാഹു ജല്ല ജലാലുഹു കൽപ്പിക്കാത്ത കാര്യങ്ങൾ ഇബാദത്താകുന്നില്ല. ഉദാഹരണത്തിന് നമ്മളോട് കച്ചവടം ചെയ്യണം എന്ന് പ്രത്യേകം ഒരു കൽപ്പന ഇല്ല. തീരെ ജീവിതത്തിൽ കച്ചവടം ചെയ്തില്ലെങ്കിൽ അല്ലാഹു തആല നമ്മളെ ശിക്ഷിക്കുകയില്ല. കൃഷി ചെയ്തില്ലെങ്കിൽ ശിക്ഷിക്കുകയില്ല. യാത്ര ചെയ്തില്ലെങ്കിൽ നിർബന്ധമായ ഹജ്ജിന് വേണ്ടിയോ മറ്റോ അല്ലെങ്കിൽ ശിക്ഷിക്കുകയില്ല. പക്ഷേ ആ അനുവദിക്കപ്പെട്ട കാര്യങ്ങളും ഇബാദത്തിന്റെ രംഗത്തേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതെങ്ങനെ? ദുബായിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ, അവന്റെ മനസ്സിൽ അവൻ ചിന്തിക്കുന്നു, അല്ലാഹുവേ, എന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ നീ എന്നോട് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ നീ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആ മക്കളുടെ ചെലവിന് കൊടുത്താൽ നീ പ്രതിഫലം നൽകുമല്ലോ. യാചിച്ച് ജീവിക്കരുത്, അധ്വാനിച്ച് ജീവിക്കണം എന്ന് നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അധ്വാനിച്ച് പണമുണ്ടാക്കി ജീവിക്കുകയാണ് മാനമായി. എനിക്ക് സദഖ ചെയ്യണമെങ്കിൽ കയ്യിൽ ക്യാഷ് വേണമല്ലോ. പള്ളിക്കും മദ്രസക്കും യതീം കുട്ടികൾക്കും സാധുക്കൾക്കും എല്ലാം കൊടുക്കണമെങ്കിൽ കയ്യിൽ ക്യാഷ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ ദുബായിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്നത് നീ കൽപ്പിച്ച ചെലവിന് കൊടുക്കൽ നിർബന്ധമായവർക്ക് ചെലവിന് കൊടുക്കാൻ, എനിക്ക് മാനമായി ജീവിക്കാൻ, എന്റെ നാട്ടിലെയും പരിസരങ്ങളിലെയും ദീനിയായ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ, സാധുക്കളെ കണ്ണീരൊപ്പാൻ, യതീം മക്കളെയും അഗതികളെയും അബലകളെയും എല്ലാം സഹായിക്കാൻ, അതിന് ഞാൻ അധ്വാനിക്കുകയാണ് എന്ന് മനസ്സിലാക്കി ഒരാൾ ദുബായിലേക്ക് പോയാലോ? എന്ന് മനസ്സിലാക്കി ഒരാൾ മലയിലേക്ക് കൃഷിക്ക് വേണ്ടി പോയാലോ? അത് മനസ്സിലാക്കി ഒരാൾ അങ്ങാടിയിലേക്ക് ചുമടെടുക്കാൻ വേണ്ടി പോയാലോ? ആ ചിന്തയിൽ ഒരു മനുഷ്യൻ കച്ചവടത്തിന് പോയാലോ? ആ ചിന്തയിൽ ഒരു ഡ്രൈവർ വണ്ടിയിൽ കയറി വണ്ടി ഓട്ടിയാലോ? ഒരു ക്ലീനർ അദ്ദേഹത്തിന്റെ ജോലി എടുത്താലോ? അദ്ദേഹത്തിന്റെ ഓരോ ചവിട്ടടികൾക്കും ഓരോ ചലനങ്ങൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും അത് അല്ലാഹു കൽപ്പിച്ചത് എന്ന നിലക്ക് തന്നെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ടാണല്ലോ സാലിഹീങ്ങളായ എത്രയോ ആളുകൾ മലയിൽ പോയി വിറക് കെട്ടിക്കൊണ്ടുവന്ന് ആ വിറക് വിറ്റ് കാശുണ്ടാക്കിയിട്ട് ഭക്ഷണം സ്വന്തം ഭക്ഷണം കഴിക്കുകയും അതുപോലെ കുടുംബത്തിന് ഭക്ഷണം നൽകുകയും അതിൽ നിന്ന് ഒരു ഓഹരി സാധുക്കൾക്ക് നീക്കിവെക്കുകയും ചെയ്തതിന്റെ പേരിൽ അത്തരത്തിലുള്ള എത്രയോ ആളുകൾക്ക് അല്ലാഹു ധാരാളം റഹ്മത്ത് ചെയ്തതും അവരുടെ ദുആക്ക് ഉത്തരം കൊടുത്തതുമൊക്കെ എത്രയോ ഹദീസുകളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാൻ സാധിക്കും.
സഹോദരന്മാരെ, ഏത് കർമ്മവും അള്ളാഹു പൊരുത്തപ്പെട്ട നിലക്കും അവന്റെ കൽപ്പനയ്ക്ക് വിധേയവുമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു നിലയ്ക്ക് എല്ലാം ഇബാദത്ത് തന്നെയാണ്, പുണ്യകർമ്മങ്ങൾ തന്നെയാണ്. പക്ഷേ നാം ഒരിക്കലും തന്നെ അള്ളാഹു നമുക്ക് നിർബന്ധമായി നിശ്ചയിച്ചു തന്ന കർമ്മങ്ങൾ വിട്ടുപോകുന്ന വിധത്തിൽ, അത് ഒഴിഞ്ഞു പോകുന്ന വിധത്തിൽ ഈ ഉപാധിയിൽ കുടുങ്ങിപ്പോകരുത്. കച്ചവടത്തിന്റെ തിരക്കിൽ ളുഹൂർ നിസ്കാരം മറന്നുപോകരുത്, കച്ചവടത്തിന്റെ തിരക്കിൽ അസർ ഖളായി പോകരുത്, ജുമുഅ നഷ്ടപ്പെട്ടു പോകരുത്, തെങ്ങുകയറ്റി തേങ്ങ വർപ്പിക്കുന്നതിനിടയിൽ ജുമുഅ നഷ്ടപ്പെട്ടു പോകരുത്. അതുപോലെ സഹോദരന്മാരെ, ഏത് കാര്യങ്ങളും നല്ല കാര്യങ്ങളിൽ സമയം ചെലവഴിച്ചുകൊണ്ട് ആ സമയത്തുകൂടി പടച്ചവന്റെ അടിമത്വം പ്രകടിപ്പിച്ച് ഞാൻ പൂർണ്ണനായ ഒരടിമയാണ്, ഉടമസ്ഥന് വിധേയമായി അവന്റെ കൽപ്പനയ്ക്ക് വിധേയമായി മാത്രം എന്റെ ഓരോ സെക്കൻഡും ചെലവഴിക്കുന്നവനാണ്. ഞാൻ ഉറങ്ങുന്നത് എന്റെ ആരോഗ്യം നിലനിൽക്കാനാണ്, ഞാൻ സുഖിക്കാൻ വേണ്ടിയല്ല ഉറങ്ങുന്നത്, എന്റെ ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടിയാണ്. ഞാൻ കല്യാണം കഴിച്ച് ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ ഇവിടെ ധാരാളം ഉണ്ടാകാനാണ്, ഇവിടെ മുഅ്മിനീങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയാണ് ഞാൻ ഭാര്യയുമായി ബന്ധപ്പെടുന്നത്. ദുർബലനായ മനുഷ്യനായ ഞാൻ ഭാര്യയുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഞാൻ അള്ളാഹു വിരോധിച്ച ഹറാമിലേക്ക് പോയി പോകും. ആ ഹറാമിൽ നിന്ന് എന്റെ ശരീരത്തെയും എന്റെ ആത്മാവിനെയും എന്റെ സമയത്തെയും ഹലാലിലേക്ക് തിരിക്കാൻ വേണ്ടിയാണ്. അതിന്റെ പുറമെ എന്റെ ഭാര്യ, ഞാൻ വിവാഹം കഴിക്കുന്നതോടുകൂടി അവളോട് എനിക്ക് കടപ്പാടുണ്ട്. അവളുടെ ശരീരം തെറ്റിലേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ അവൾക്കും അവളുടെ വികാര ശമനത്തിന് ഞാൻ സഹകരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവൾ തെറ്റിലേക്ക് പോയതിന് ഞാൻ കാരണക്കാരനാകുന്നതാണ്. ഈ വിധത്തിൽ ഓരോ വിഷയങ്ങളും മഹാനായ സൈനുദ്ദീൻ അൽ-മഅ്ബരി റളിയല്ലാഹു അൻഹു ഔലിയാക്കളെ വഴി പിന്തുടർന്നുകൊണ്ട് ജീവിക്കാൻ ഒരുങ്ങുന്നവർക്ക് അവിടുത്തെ കിതാബുൽ അദ്കിയായിൽ നിർദ്ദേശം നൽകിയപ്പോ മഹാനവറുകൾ പറഞ്ഞില്ലേ, അനുവദനീയമായ കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന സമയങ്ങൾ നല്ല നിയ്യത്ത് പ്രകാരം ചെലവഴിച്ചാൽ അത് മുഴുവനും ഖൈറായ വിഷയത്തിൽ ചെലവഴിക്കലായി. അതിന്റെ പേരിൽ നിനക്ക് അതാ ഓരോ ഖൈറിനും അല്ലാഹു പ്രതിഫലം തരുന്ന കൂട്ടത്തിൽ ഈ ഖൈറിനും പ്രതിഫലം തന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു കാരുണ്യമുള്ള രാജാവാണല്ലോ. അടിമയുടെ ഒരു സെക്കൻഡ് പോലും അവന്റെ നിയ്യത്ത് നന്നാക്കിയെങ്കിൽ ഉടമസ്ഥൻ നഷ്ടപ്പെടുത്തുന്നതല്ല. അങ്ങനെ എല്ലാ സമയവും നമുക്ക് ഇബാദത്തിലായി നീങ്ങാൻ സാധിക്കും. ഏത് കാര്യം ചിന്തിക്കുമ്പോഴും ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന നിലക്ക് എല്ലാ ചലനങ്ങളും നടത്തുക. ചിന്തകളൊക്കെയും അള്ളാഹുവിൽ തന്നെയാക്കുക. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ആ നിയ്യത്ത് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടവൻ, നമുക്കതിന് ശാരീരികവും മാനസികവും സാമ്പത്തികമായ ശേഷി നൽകേണ്ടവൻ, അതിനാവശ്യമായതെല്ലാം ഒരുക്കി തരേണ്ടവൻ, അതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ക്രമപ്പെടുത്തി തരേണ്ടവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ സർവ വിഷയങ്ങളിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മനസ്സ് തിരിയുന്നത് അല്ലാഹുവിലേക്കാണ്. അതാണ് ഇയ്യാക നസ്തഈൻ. ഇന്നലെ നാം അത് വിശദീകരിച്ചിട്ടുണ്ട്. ഏത് സൃഷ്ടികളിൽ നിന്ന് എന്ത് സഹായം കിട്ടുന്നുണ്ടെങ്കിലും അത് അല്ലാഹുവിങ്കൽ നിന്നാണ്. അവൻ സഹായിക്കാതെ ഒരു സൃഷ്ടിക്കും മാനവകൾ തീരെ ദുനിയാവിനെ സ്നേഹിക്കാത്ത ആളാണ്. പക്ഷേ ഹറമിൽ വന്ന് അദ്ദേഹം ചോദിച്ചു, എനിക്കാര് പണം കൊണ്ടുത്തരുന്നു, എനിക്കാര് പണം തരുമെന്ന് ചോദിച്ചു. മഹാനവറുകളുടെ മുന്നിൽ ഒരു വലിയ മുതലാളി ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് മടിയിൽ ചൊരിഞ്ഞു കൊടുത്തു. മഹാനവറുകൾ എന്തിനാണ് ഹറമിൽ നിന്ന് പണം ചോദിച്ചത്? ഹറം ശരീഫ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട സ്ഥലം അല്ലേ? അവിടുന്ന് മനുഷ്യന്മാരോട് പണം ചോദിക്കേണ്ട സ്ഥലമാണോ? പക്ഷേ മഹാനവറുകൾ പണം ചോദിച്ചത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മഹാനവറുകൾ ചോദിച്ചതാണ്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി അല്ല.
വിനീതനായ ഞാൻ നിങ്ങളോട് ഇന്നലെ പണം ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് ചോദിച്ചതല്ല, എന്റെ ആവശ്യത്തിന് വേണ്ടി ചോദിച്ചതല്ല, മറിച്ച് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് ചോദിച്ചത്. ഇഖ്ലാസോടുകൂടെ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് വാങ്ങിച്ചു കൊള്ളണം. എനിക്കൊന്നും തരാൻ സാധ്യമല്ല, കൊടുക്കുന്നവൻ അള്ളാഹു മാത്രമാ. മഹാനായ അബൂ തുറാബിൻ അശ്ശബീ റളിയല്ലാഹു അൻഹു, സാധുക്കൾ പലരും ചോദിച്ചിട്ട് പലരും കൊടുക്കുന്നത് കാണുന്നില്ല. അതിന്റെ പേരിൽ മഹാനവറുകൾ ചോദിക്കുകയാണ്, ആരെങ്കിലും പണം കൊണ്ടെത്തരുമോ? ബഹുമാനപ്പെട്ടവർ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ, സഹോദരന്മാരെ, എന്നെപ്പോലുള്ള ഒരു വിവരം കുറഞ്ഞ മനുഷ്യനല്ല, എന്നെപ്പോലൊരു പാപിയല്ല, മറിച്ച് ഔലിയാക്കളിൽ പ്രമുഖനായ വലിയാണ് ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ അശ്ശബീ. മഹാനവറുകളുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന് ജനങ്ങൾക്ക് പലർക്കും നല്ല ബോധ്യമുണ്ട്. മഹാനവറുകൾ ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കത് ദുനിയാവിൽ തന്നെയും നഷ്ടം വരുമോ എന്ന പേടി മുതലാളിമാരിൽ പലർക്കുമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ മടിയിൽ കൊണ്ടുപോയി സ്വർണ്ണ നാണയം ചൊരിഞ്ഞു കൊടുത്തപ്പോ ആ ഇരുന്ന ഇരുത്തത്തിൽ തന്നെ സാധുക്കളെ ഓരോരുത്തരെയും വിളിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ വിതരണം ചെയ്യുകയാണ്. ആ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അബൂ തുറാബിൻ അശ്ശബീ റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് പോയി എന്നെയും വിളിച്ചിട്ട് കാശ് തരട്ടെ എന്ന നിലക്ക് പോയി നിന്നു. അദ്ദേഹത്തെ വിളിച്ചില്ല. വേറെയും പലർക്കും കൊടുത്തു. ഇയാൾ പിന്നെയും ഒന്ന് അപ്പുറമൊക്കെ പോയിട്ട് പിന്നെയും വന്നു, എന്നെ വിളിച്ചിട്ട് തരട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നു, കൊടുത്തില്ല. പലപ്പോഴും മുന്നിൽ പോയി നിന്നു, കൊടുത്തില്ല. കിട്ടിയത് മുഴുവനും സാധുക്കൾക്ക് കൊടുത്തു തീർത്തു. ഈ സാധു മനുഷ്യന് മാത്രം, ഒരാൾക്ക് മാത്രം കൊടുത്തില്ല. തീർന്നപ്പോൾ ഈ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, നിങ്ങൾ പണം കയ്യിൽ വാങ്ങിയിട്ട് എത്ര പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു, എനിക്ക് മാത്രം നിങ്ങൾ എന്തേ തരാതിരുന്നത്? അബൂ തുറാബിൻ അശ്ശബീ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, മോനെ, ഇന്നക ലൻ തഅരിഫൽ മുഅ്തിയ, നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ. നീ മനസ്സിലാക്കിയത് ഞാനാണ് കൊടുക്കുന്നതെന്നാണ്. ഞാൻ കൊടുക്കുന്നവനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു ഹുവൽ മുഅ്തി, ഞാൻ സപ്ലൈ ചെയ്യുന്നവനാണ്, ഞാൻ വിതരണം ചെയ്യുന്ന ആളാണ്. യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു എന്നിലൂടെ, ഞാൻ മുഖേന കൊടുക്കുകയാണ്. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ചോറിന്റെ പുറമേ കറി വേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ, ചോറ് വേണ്ടതുപോലെ കിട്ടിയില്ലെങ്കിൽ സപ്ലൈക്കാരെ ആരെങ്കിലും കുറ്റം പറയാറുണ്ടോ? കൊടുക്കുന്ന കല്യാണക്കാരനെയല്ലേ കുറ്റം പറയാറുള്ളത്? കാരണം സപ്ലൈക്കാരനല്ലല്ലോ കൊടുക്കുന്നത്, നമ്മൾ കാണുന്നത് സപ്ലൈക്കാരനെയാണ്. നമ്മൾ ചിലപ്പോൾ ചോറിന് ആവശ്യപ്പെടുന്നത് സപ്ലൈക്കാരനോടാണ്, പക്ഷേ കൊടുക്കുന്നത് ഈ വീട്ടിന്റെ ഉടമസ്ഥനാണെന്ന് നമുക്ക് ഉറപ്പാണല്ലോ. റേഷൻ കടയിൽ നിന്ന് റേഷൻ വസ്തുക്കൾ നമുക്ക് ലഭിച്ചില്ലെങ്കിൽ സമരം ചെയ്യുന്നത് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കെതിരെയാണല്ലോ, മുഖ്യമന്ത്രിക്കെതിരാണല്ലോ, റേഷൻ കടയിൽ ഇരിക്കുന്ന മനുഷ്യനെതിരായിട്ടല്ലല്ലോ. കാരണം ആളുകൾക്കറിയാം ഇവൻ വിതരണക്കാരനാണ്, കൊടുക്കുന്നത് സർക്കാരാണെന്നറിയാം. എന്നാ മനുഷ്യ, എല്ലാം കൊടുക്കുന്ന രാജാവ് വാസ്തവത്തിൽ അല്ലാഹു അല്ലേ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നമാ അന ഖാസിമുൻ, ഞാൻ സപ്ലൈ ചെയ്യുന്ന ആള് മാത്രമാണ്. വല്ലാഹു ഹുവൽ മുഅ്തി, യഥാർത്ഥത്തിൽ കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അപ്പൊ നബിയെ വിളിച്ചുകൊണ്ട് നമ്മൾ പല സങ്കടങ്ങളും പറയാറില്ലേ? നമ്മൾ സാധാരണ ബുർദ ബൈത്ത് ചൊല്ലുന്ന സമയത്ത് നബിയെ വിളിച്ച് സങ്കടം പറയാറുണ്ട്. ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി സങ്കടം പറഞ്ഞിട്ടുണ്ട്, നവവി ഇമാം സങ്കടം പറഞ്ഞിട്ടുണ്ട്. മദീനത്തെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സങ്കടം പറയുന്ന പദ്യം എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളെ എല്ലാ കിതാബുകളിലും തന്നെ നബിയോട് അവിടുത്തെ ഖബറിന്റെ അടുക്കൽ പോയി സങ്കടം പറയാൻ വേണ്ടി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം മുസ്ലിമായ മനുഷ്യൻ വിശ്വസിക്കുന്നു, കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ചിന്തയിലാണ് മുസ്ലിമായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത്, അമ്പിയാക്കളോട് ചോദിക്കുന്നത്, ഔലിയാക്കളോട് ചോദിക്കുന്നത്. അത് ഇന്നലെ ഞാൻ വിവരിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അത് തന്നെയാണ് അബൂ തുറാബിൻ അശ്ശബീ റളിയല്ലാഹു അൻഹു പറയുന്നു, മോനെ,
നിനക്ക് കൊടുക്കുന്നവനെ അറിയില്ലടാ. നീ മനസ്സിലാക്കിയത് ഞാനാണ് കൊടുക്കുന്നതെന്നാണ്. അതുകൊണ്ട് എന്തു ചെയ്തു? നീ എന്റെ മുമ്പിൽ വന്നിട്ട് കുറെ ഇങ്ങനെ നിന്നു നോക്കി. നിന്റെ മനസ്സ് നീ അള്ളാഹുവിലേക്ക് തിരിച്ചില്ല. അള്ളാഹുവാണ് കൊടുക്കുന്നതെന്ന് നീ മനസ്സിലാക്കിയില്ല. ഞാനാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കി എന്റെ മുമ്പിൽ നീ കുറെ വന്നു നിന്നു. നീ കൊടുക്കുന്ന രാജാവിലേക്ക് നിന്റെ മനസ്സ് തിരിച്ചില്ല. എന്റെ മനസ്സ് നിന്നിലേക്ക് ആ രാജാവും തിരിച്ചില്ല. നിനക്ക് തരണമെന്ന് എന്റെ മനസ്സിൽ തോന്നിപ്പിക്കേണ്ടത് അള്ളാഹുവല്ലേ? അവനത് തോന്നിപ്പിച്ചില്ല. കാരണം എന്താണ്? നിങ്ങൾ എന്നോടുള്ള ഉടമ്പടി നിങ്ങൾ വീട്ടിൽ തരൂ. നിങ്ങളോടുള്ള ഉടമ്പടി ഞാനും വീട്ടിൽ തരാമെന്നല്ലേ അന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബൂ തുറാബിൻ നഖ്ശബി റളിയല്ലാഹു അൻഹു അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാ പറയുന്നത്, കൊടുക്കുന്ന രാജാവിലേക്ക് നിന്റെ മനസ്സ് നീ തിരിച്ചില്ല. അതുകൊണ്ട് എന്റെ മനസ്സ് ആ രാജാവ് നിന്നിലേക്കും തിരിച്ചില്ല. നീയും അടിമ തന്നെ, ഞാനും അടിമ തന്നെ, ഉടമസ്ഥൻ അല്ലാഹു തന്നെ. അപ്പൊ സഹോദരന്മാരെ, എല്ലാ കൊടുതിയും കൊടുക്കുന്നവൻ അല്ലാഹു ജല്ല ജലാലുഹു തന്നെ. മറ്റുള്ളതെല്ലാം കാരണങ്ങളാണ്. ഇനി ഞാൻ എന്റെ സഹോദരന്മാരോടൊരു കാര്യം കൂടി അവിടെ ഉണർത്തുകയാണ്. ചോദിക്കുന്ന വാചകമല്ല, ഓരോ സന്ദർഭങ്ങളിലും ഉദ്ദേശിക്കുന്ന ആശയമാണ് എവിടെയും പ്രസക്തിയുള്ളത് കേട്ടോ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയുന്നു. ഞാൻ പല പ്രസംഗത്തിലും സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനും എന്റെ മകനും എന്റെ ഡ്രൈവറും ഞങ്ങൾ ഒരു കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്റെ മകൻ ഡ്രൈവറോട് പറഞ്ഞു, ഒരു ചായ വേണം, ഒരു ചായ വേണം എന്നാവശ്യപ്പെട്ടു. എന്താണ് അതിന്റെ അർത്ഥം? ഈ ഡ്രൈവർ ഉടനെ തന്നെ കാറിൽ നിന്ന് കുറച്ച് ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കണം എന്നാണോ? അല്ല. ഡ്രൈവറോട് ചായ വേണമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അടുത്ത ഹോട്ടലിന്റെ അടുക്കൽ കാറ് നിർത്തണം എന്നാണ്. പറഞ്ഞത് ചായ വേണോന്നാ. അതിന്റെ മാന അടുത്ത ഹോട്ടലിന്റെ അടുക്കൽ കാറ് നിർത്തണം എന്നാണ്. ചോദിച്ചത് ചായ വേണം, അർത്ഥം കാറ് നിർത്തണം. അങ്ങനെ കാറ് കൊണ്ടുപോയി നിർത്തി. ഞാൻ ഉറക്കിലായിരുന്നു. കാറ് നിർത്തിയപ്പോ എന്റെ ഉറക്ക് തെളിഞ്ഞു. ഒരു ഉദാഹരണമാണ്. ഉറക്ക് തെളിഞ്ഞപ്പോ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, എന്താ കാറ് നിർത്തിയത്? അപ്പൊ എന്റെ മകൻ എന്നോട് പറഞ്ഞു, ഉപ്പാ ഒരു ചായ വേണം. അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ അടുക്കളയിൽ പോണോന്നാ? ഞാൻ ചായ ഉണ്ടാക്കണമെന്നാ? അല്ല, പിന്നെ ചായന്റെ കേശ് കൊടുക്കണം എന്നാണ്. ചായ വേണമെന്ന് പറഞ്ഞാൽ ചായന്റെ പൈസ കൊടുക്കണം. ഞാനും മകനും ഡ്രൈവറും ഇറങ്ങി ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോ എന്നെ മുമ്പ് ബാങ്കിന് കൂട്ടിക്കൊണ്ടുപോയ ഒരു നല്ല മനുഷ്യനാണ് ഹോട്ടലിന്റെ കാഷ്യർ. അയാൾ കയറി ചെല്ലുമ്പോ തന്നെ, ഉസ്താദ് എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ പോവാണ്, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു ചായ വേണം, 3 ചായ വേണം. എന്താ അതിന്റെ അർത്ഥം? ഈ കാഷ്യർ അടുക്കളയിൽ പോണോന്നാ? എന്നല്ല, ഞങ്ങൾക്ക് പറ്റിയൊരു സ്ഥലം ഇരിക്കാൻ കാണിച്ചു തരണമെന്ന് അതിന്റെ അർത്ഥം. ചായ വേണം തന്നെയാണ് പറഞ്ഞത്. അവിടെ പോയി ഇരുന്നപ്പോ ഒരു സപ്ലയർ വന്നു. അയാൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. 3 പൊടി ചായ വേണം. അതിന്റെ അർത്ഥം എന്താണ്? ഇയാൾ ചായ ഉണ്ടാക്കണമെന്നാ? അല്ല, പിന്നെ ചായ വേണമെന്ന് അടുക്കളയിൽ പോയി പറയണം എന്നാണ് അതിന്റെ അർത്ഥം. ചായ വേണം എന്നതിന്റെ അർത്ഥം ചായ വേണമെന്ന് ചായ ഉണ്ടാക്കുന്ന ആളോട് പറയണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അയാൾ എന്ത് ചെയ്തു? വേഗം പോയിട്ട് 3 ചായ വേണം എന്ന് ആവശ്യപ്പെട്ടു. ചായ വേണം എന്നതിന്റെ അർത്ഥം ചായ വേണമെന്ന് പറയണം എന്നാണ്. അയാൾക്കത് മനസ്സിലായി. അയാൾ പോയി ചായ വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അവിടെ ചായ ഉണ്ടാക്കുന്ന ആള് ചായ ഉണ്ടാക്കി, 3 ചായ ഉണ്ടാക്കി. അപ്പോൾ ഈ വിതരണക്കാരനായ വ്യക്തി എനിക്കത് കൊണ്ടെത്തന്നു. എന്റെ കാഴ്ചയിൽ ചായ തന്നത് അദ്ദേഹമാണ്. ചായ വേണമെന്ന് ഞാൻ പറഞ്ഞതും അയാളോടാണ്. പക്ഷെ ഉണ്ടാക്കിയത് വേറൊരാളാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അടുക്കളയിൽ പോയിട്ട് ചായ ഉണ്ടാക്കുന്ന ആളോട് പറഞ്ഞു, പാചകക്കാരനോട് പറഞ്ഞു, 3 ചായ വേണം. അയാൾ ചായ ഉണ്ടാക്കി തന്നു. ഇനി നിങ്ങളൊന്ന് നോക്കൂ, എല്ലാ സ്ഥലത്തും പറഞ്ഞ വാചകം ഒന്നാണ്. ഡ്രൈവറോട് മകൻ പറഞ്ഞത് ചായ വേണം, എന്നോട് മകൻ പറഞ്ഞത് ചായ വേണം, ഞാൻ കാഷ്യറോട് പറഞ്ഞത് ചായ വേണം, സപ്ലയറോട് പറഞ്ഞത് ചായ വേണം, ചായ ഉണ്ടാക്കുന്ന ആളോട് സപ്ലയർ പോയി പറഞ്ഞത് ചായ വേണം. 5 മേനക്കാണ്. വാചകം ഒന്നാണ്. ഇത് മനസ്സിലാക്കണം.
നബിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒരാൾ രക്ഷിക്കാൻ അല്ലാഹുവല്ലാതെ കഴിയോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണേ എന്നാണ് പറയാൻ പറഞ്ഞതാണ്. ബദരീകളെ കാക്കണേ എന്ന് പറഞ്ഞാലോ കാവൽ നൽകുന്നത് അള്ളാഹുവാ. പക്ഷേ കാക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു കാക്കാൻ ആവശ്യമായത് നിങ്ങൾ ശുപാർശ ചെയ്യണേ എന്നാണ്. ഓരോ സ്ഥലത്തും ഓരോ അർത്ഥമാണ്. ഇനി നിങ്ങൾ നോക്കൂ, അതേ എന്റെ മകൻ തന്നെ രണ്ടാമത് കാറിൽ കയറി ഞങ്ങൾ പിന്നെയും യാത്ര ചെയ്ത് മംഗലാപുരം വിട്ട് കുറെ അങ്ങോട്ടെത്തി. അപ്പോ മകൻ പറയാണ്, അള്ളാഹുവേ ഒരു ചായ വേണേ. എന്നാ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് അടുക്കളയിൽ പോണോന്നാ? അള്ളാഹു തആല കാറ് നിർത്തണോന്നാ? അള്ളാഹ് ഡ്രൈവറാ? അള്ളാഹു തആല കേസ് കൊടുക്കണം എന്നാണോ? അവിടെ അർത്ഥം എപ്പോഴും അള്ളാഹുവേ ചായ വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ചായ കിട്ടാൻ എന്തെല്ലാം സൃഷ്ടാവായ നീ ചെയ്തു തരേണ്ടതുണ്ടോ അതെല്ലാം നീ ചെയ്തു തരണേ എന്നാ വ്യാപകമായ അർത്ഥമാണ്. ചായ ഉണ്ടാക്കുന്ന ആൾക്ക് നല്ല മനസ്സ് തോന്നണം. ചായ ഉണ്ടാക്കുമ്പോൾ അയാൾ കൈ പൊള്ളാതിരിക്കണം. പിന്നെ ഹോട്ടലിൽ നമ്മൾ നിർത്തുമ്പോൾ ഹോട്ടലിൽ ചായ തരുന്നാൾ ഉണ്ടാകണം. അതുപോലെ തന്നെ ചായ അവിടെ കൊടുക്കുന്ന സ്ഥലമാകണം. കാറ് നിർത്തുമ്പോൾ അപകടമില്ലാതെ നിർത്താൻ സാധിക്കണം. അങ്ങനെ തുടങ്ങി അള്ളാഹു ചെയ്യേണ്ട കാര്യങ്ങളൊന്നും രണ്ടും പത്തൊന്നല്ല, എല്ലാം നീ ചെയ്തു തരണേ എന്നാണ്. അപ്പൊ സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന വാചകം എന്താണെങ്കിലും ഓരോരുത്തരോടും ചോദിക്കുമ്പോൾ ഓരോ അർത്ഥമാണ്. അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴുള്ള അർത്ഥം സൃഷ്ടിച്ചു തരണേ എന്നാണ്. സൃഷ്ടിച്ചു തരണേ എന്നാണ്. എല്ലാറ്റിനും കഴിവ് തരണേ എന്നാണ്. സൃഷ്ടികളോട് ചോദിക്കുമ്പോൾ അതിനർത്ഥം കാരണമായ വിധത്തിൽ പ്രവർത്തിക്കണേ എന്നാണ്. ഈ വേർതിരിവില്ലാത്തതിന്റെ പേരിൽ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുശ്രിക്കീങ്ങളായി ഒരു ചെറിയ ന്യൂനപക്ഷം ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. അള്ളാഹു അവർക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തുന്നു. നിന്നോട് തന്നെ ഞങ്ങൾ സർവ വിഷയങ്ങളിലും സഹായം തേടുന്നു. അല്ലാഹ്, ഞങ്ങൾ സഹായം തേടുന്നു എന്നാ പറഞ്ഞു. കാരണം അള്ളാഹുവിനോട് സഹായം തേടാത്ത ഒരു സൃഷ്ടിയും ഇല്ല. പടച്ചവന്റെ സഹായം ആവശ്യമില്ലാത്ത ഒരു സൃഷ്ടിയും ഇല്ല. അതുകൊണ്ട് ബഹുവചനം കൊണ്ടാണ് പറഞ്ഞത്. എല്ലാവർക്കും തേടാനുള്ളവൻ അള്ളാഹു തന്നെ. ഇനി തേടുന്നത് എന്താണ്? ഒരു മനുഷ്യന് ഏറ്റവും വലിയ ആവശ്യം എന്താണ്? ലോകത്ത് ഏറ്റവും വലിയ ഗുണമെന്താണ്? സഹോദരന്മാരെ, അത് ഹിദായത്ത് എന്ന് പറയുന്ന കാര്യമാണ്. ഹിദായത്തിന്റെ വെളിച്ചമാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാലോ ഏതൊരു നല്ല കാര്യത്തിലേക്കും മനുഷ്യനെ തിരിക്കുന്നത് അള്ളാഹുവാണല്ലോ. കാരണം ഉടമസ്ഥൻ അവനാണല്ലോ. അതേ, അധികാരസ്ഥൻ അവനാണല്ലോ. അധിപൻ അവനാണല്ലോ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് ആരെയാണോ നയിക്കുന്നത് അവർക്കല്ലേ ആ വെളിച്ചം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് റബ്ബിൽ നിന്ന് കിട്ടേണ്ടത് ഹിദായത്തിന്റെ വെളിച്ചമാണ്, സന്മാർഗമാണ്. ആ സന്മാർഗത്തിലല്ലേ നമ്മളിപ്പോൾ ഉള്ളത്. അതൊന്ന് നിലനിർത്തി കിട്ടുകയും വേണം. അതുകൊണ്ട് തന്നെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം മനുഷ്യൻ പടച്ച റബ്ബിനോട് ചോദിക്കാൻ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾ ഇവിടെ കച്ചവടത്തിൽ പൊളിഞ്ഞാൽ ഒന്നും ഇവിടെ വരാനില്ല. കാരണം തീരെ കച്ചവടമില്ലാത്തവർ ഇവിടെ ജീവിക്കുന്നില്ലേ? നിങ്ങൾ കണ്ടില്ലേ? അതാ ഇറാഖിലെ ഭരണാധികാരിയായ അതേ സദ്ദാം ഹുസൈനിലെ അയാൾ ഭരിച്ചിരുന്ന കാലത്ത് ജീവിച്ചു. ഇപ്പോഴും അയാൾ ജീവിക്കുന്നില്ലേ? ഭരിച്ചിരുന്ന കാലത്ത് അയാൾ ജീവിച്ചത് ഒരൽപ്പം കൂടുതൽ സന്തോഷത്തോടെ ആണെങ്കിൽ ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നില്ലേ? ആരെന്തിന് വിധിച്ചാലും നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലാതെ ഒരു മനുഷ്യനും മരിക്കുകയില്ലല്ലോ. ഇനി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തട്ടെ, ഈ ഭൂമിലോകത്തുള്ള ജീവിതം അതിവരെ എല്ലാവരും ജീവിച്ചു കഴിയുന്നില്ലേ? ഇനിയിപ്പോൾ 10-47 കൊല്ലത്തോളം ഞാനിവിടെ ജീവിച്ചുവല്ലോ, അത് സന്തോഷത്തിലായിരുന്നു എന്ന് ഞാനിനി ചിന്തിച്ചതുകൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ?
അതേ സമയത്ത് ഞാൻ ചിന്തിക്കേണ്ടത് ഇനി അങ്ങോട്ടുള്ള ജീവിതം എനിക്ക് സന്തോഷമാകണം എന്നല്ലേ? അതിനു വേണ്ടിയല്ലേ മനുഷ്യൻ ആലോചിക്കേണ്ടത്? ഓ മനുഷ്യ, കഴിഞ്ഞ ജീവിതം കഴിഞ്ഞു പോയില്ലേ? വരുന്ന ജീവിതം ബാക്കിയല്ലേ? ആ ജീവിതത്തിന് കാലം എത്രയാണെന്ന് പരിധിയില്ലല്ലോ. അതൊരു 100, 1000, 10,000 അല്ലെങ്കിൽ ലക്ഷമോ കോടിയോ കൊല്ലമല്ലല്ലോ. നീണ്ട ജീവിതമുണ്ടല്ലോ. അത് മിനിഞ്ഞാന്ന് നമ്മൾ വിവരിച്ചിട്ടുണ്ടല്ലോ. ആ ജീവിതമല്ലേ നമുക്ക് ആവശ്യമുള്ളത്. ആ ജീവിതം നമുക്ക് സുഖമാകാൻ, ആ ജീവിതം ക്ലിയറാകാൻ, തീരാത്ത കാലമുള്ള ജീവിതം നമുക്ക് വിജയകരമാകാൻ അതിന് ഹിദായത്തിന്റെ വെളിച്ചമല്ലേ ആവശ്യം. അതുകൊണ്ട് തന്നെ ഹിദായത്തിന്റെ വെളിച്ചമാണ് രാജാവിനോട് ചോദിക്കുന്ന ഏറ്റവും വലിയ കാര്യം. അതാണ് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണേ അല്ലാഹ്. ദുർബലനായ മനുഷ്യൻ ചോദിക്കുകയാണ്. നമുക്ക് പലപ്പോഴും തോന്നുക ബുദ്ധിയില്ലാതിരിക്കുമ്പോ നമ്മളെ പവർ കൊണ്ട് പലതും നമ്മൾ നേടുമെന്നാണ്. ഞാൻ ഓർക്കുകയാണ്, എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ അതും കേൾക്കും ഇതും കേൾക്കും, നിന്നെയോ ഞാൻ അതും പഠിക്കും ഇതും പഠിക്കും, എന്നിട്ട് ഞാൻ ഏതാണ് ശരിയെന്ന് കണ്ടെത്തും. ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ ചോദിച്ചു, അതിന് മാത്രം നിങ്ങൾക്ക് സാധിക്കുമോ? ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മറുപടി, എന്തേ എനിക്ക് ബുദ്ധിയില്ലേ? ബുദ്ധിയുള്ള എനിക്ക് എന്തേ സത്യം കണ്ടെത്തിക്കൂടെ? ഞാൻ ചോദിച്ചു, മോനെ, ഇവിടെ ഇന്റർനെറ്റ് യുഗമല്ലേ ഇത്? ക്ലോണിംഗ് യുഗമല്ലേ ഇത്? ഈ നാദാപുരത്തിൽ അമേരിക്കയിലേക്ക് സംസാരിക്കുന്ന യുഗമല്ലേ ഇത്? ചോദിക്കട്ടെ, ഈ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാർ, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യമായ ആശയത്തിൽ ഈ ബുദ്ധി മുഴുവനും ഉണ്ടായിട്ട് അവർക്ക് എത്താൻ പലർക്കും സാധിച്ചില്ലല്ലോ. അമേരിക്കയുടെ പ്രസിഡന്റിന് വലിയ അധികാരമുണ്ടായിട്ട് സുബ്ഹാനല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിൽ എത്താൻ സാധിച്ചില്ലല്ലോ. നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾക്കറിയില്ലേ? മുതഅല്ലിമീങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ നല്ല തലപ്പാവും ധരിച്ചിട്ട് തന്നെ നന്നായി ഇൽമു പഠിക്കണം. അതോടുകൂടെ തന്നെ നിങ്ങൾ ഭൗതികമായ അറിവുകളും പരമാവധി നേടാൻ വേണ്ടി ശ്രമിക്കണം. അതാ, ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ തലപ്പാവ് അഴിക്കേണ്ടതില്ല. ഭൗതികമായ അറിവ് നേടണമെങ്കിൽ വെള്ളക്കുപ്പായം ഒഴിവാക്കേണ്ടതില്ല, തലപ്പാവ് അഴിച്ചു മാറ്റേണ്ടതില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നിങ്ങൾ നോക്കൂ, അയാൾ അമേരിക്കയിൽ പോയി പ്രസംഗിക്കുന്നില്ലേ? ലണ്ടനിൽ സമ്മേളനത്തിന് പോകുന്നില്ലേ? അദ്ദേഹം തലപ്പാവ് അഴിച്ചു വെക്കുന്നില്ലല്ലോ, താടി അദ്ദേഹം പരണ്ടുന്നില്ലല്ലോ. അതിന്റെ പേരിൽ അദ്ദേഹത്തിനൊരു കുറവും ഇന്ത്യയിലെ 100 കോടിയോളം വരുന്ന ജനങ്ങൾ കൽപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ തലപ്പാവ് ധരിച്ചാലും അതേ, അതുപോലെ താടി വെച്ചാലും, അതുപോലെ എന്ത് കാര്യമുണ്ടായാലും മനുഷ്യന് ഭൗതികമായ നേട്ടം കുറഞ്ഞു പോകുമെന്നൊരു ധാരണ പരിഷ്കാരിയായ ചെറുപ്പക്കാരാ നിന്നെ പിടികൂടേണ്ടതില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിയായ മനുഷ്യൻ, അദ്ദേഹത്തിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ കലിമത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ലാഞ്ഞിട്ടല്ലല്ലോ. അതുപോലെ അതാ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കിട്ടിയിട്ടില്ലല്ലോ, വേറെയും പല മുഖ്യമന്ത്രിമാർക്കും കിട്ടിയിട്ടില്ലല്ലോ. ഈ വെളിച്ചം അല്ലാഹു നൽകുന്ന വെളിച്ചമല്ലേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ കനാനിന് കിട്ടിയിട്ടില്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിതൃ സഹോദരൻ ആസറിന് കിട്ടിയിട്ടില്ലല്ലോ. എന്തിനധികം പറയണം, ലോകത്തെ ഏറ്റവും വലിയ നേതാവായ സയ്യിദുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബൂലഹബിന് കിട്ടിയിട്ടില്ലല്ലോ. സാധുക്കളായ നമുക്ക് അല്ലാഹു കനിഞ്ഞേകിയതല്ലേ അല്ലാഹുവിന്റെ ഈ വെളിച്ചം. അത് തന്നെയല്ലേ ഖുർആൻ പറയുന്നത്, ഓ നബിയേ, വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ. നമ്മൾ ഉദ്ദേശിച്ച അടിമകളെ നമ്മൾ ആ പ്രകാശത്തിലേക്ക് വഴിതിരിക്കും. അങ്ങനെയുള്ളൊരു പ്രകാശമാണ് പരിശുദ്ധ ഖുർആൻ.
അങ്ങനെയുള്ളൊരു പ്രകാശമാണ് ഈമാൻ. ഇത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നബിയേ, നിശ്ചയമായും താങ്കൾ സദാ നേരെയുള്ള സന്മാർഗത്തിലേക്ക് ജനങ്ങളെ ഹിദായത്താക്കുന്ന ആളാണ് നബിയേ. എന്നാൽ അതേ ഖുർആനിൽ തന്നെ വേറൊരു സ്ഥലത്ത് ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെട്ടവരെ താങ്കൾ ഹിദായത്താക്കുകയില്ല എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ രണ്ട് ആയത്തും തമ്മിൽ എതിരുണ്ടോ? ഇല്ല. ഹിദായത്താക്കുകയില്ലെന്ന് പറഞ്ഞാൽ ഹിദായത്ത് കൊടുക്കുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല. എന്നാൽ തങ്ങൾ ഹിദായത്താക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞതിന്റെ അർത്ഥമോ? അതേ, ഹിദായത്തിന്റെ കാരണക്കാരനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഹിദായത്ത് വിതരണം ചെയ്യുന്ന ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വിതരണം ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് നബി തങ്ങൾ ഹിദായത്താക്കുന്ന ആളാണെന്ന് നമുക്ക് പറയാം. ഏതുപോലെ ബദരീങ്ങൾ കാക്കുന്നവരാണെന്ന് പറയുന്നത് പോലെ, ഡോക്ടർ രക്ഷപ്പെടുന്നവരാണെന്ന് പറയുന്നത് പോലെ, ആ യന്ത്രം എന്നെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നത് പോലെ, അതുപോലെ ഔലിയാക്കൾ കാക്കുമെന്ന് പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിദായത്താക്കുന്ന ആളാണെന്ന് പറയാം. അങ്ങനെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹിദായത്താക്കുകയില്ല എന്നും ഖുർആനിലുണ്ട്. അതിന്റെ അർത്ഥം ഹിദായത്തിനെ സൃഷ്ടിക്കുന്നവരല്ല മുഹമ്മദുർ റസൂലുള്ളാഹി. ഹിദായത്തിനെ വിതരണം ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ അർത്ഥ വ്യത്യാസങ്ങൾ വേർതിരിച്ചറിയാത്തത് കൊണ്ടാണ് വാസ്തവത്തിൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെ ഉള്ള മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത മുശ്രിക്കീകളാണെന്ന വാദം ഉന്നയിച്ച് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയത് കേട്ടോ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ അള്ളാഹു കൊടുക്കുന്ന വെളിച്ചമാണ് ഹിദായത്ത്. അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കും. അത്ഭുതമല്ലേ അതിന്റെ കാര്യം? വലിയ അത്ഭുതമല്ലേ ഇതിന്റെ കാര്യം? ആ ഹിദായത്തിന്റെ വഴിക്ക് ഖുർആൻ പറയുന്ന പേരാണ് സിറാത്തും മുസ്തഖീം. നേരെയുള്ള മാർഗം, സബീൽ, സബീൽ, ത്വരീഖ്, ത്വരീഖത്ത്, മൻഹജ്, ഇങ്ങനെ തുടങ്ങി ധാരാളം വാചകങ്ങൾ അതിന് പറയാം. മദ്ഹബ്, മൻഹജ്, സബീല്, തരീഖ്, തരീഖത്ത് എന്നൊക്കെ പറഞ്ഞാൽ മാർഗം, മാർഗം, മാർഗം എന്ന് തന്നെയാണ് അർത്ഥം. പക്ഷേ ഇവിടെ അല്ലാഹു തആല സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്ത് എന്ന പേര്, ആ വാചകം തന്നെ എന്തിനുപയോഗിച്ചു? അതിനെ സംബന്ധിച്ച് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ മനുഷ്യ, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനല്ലേ? ബാപ്പ സ്വർഗത്തിലായിരുന്നില്ലേ? ഉമ്മയും സ്വർഗത്തിലായിരുന്നില്ലേ? ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് തറവാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടവനല്ലേ നീ? ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നരകത്തിന്റെ മേലെയുണ്ടല്ലോ സിറാത്ത് എന്ന് പറയുന്ന ഒരു പാലം വെക്കാൻ. ആ പാലം വഴിയായിട്ടല്ലാതെ നിനക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ലല്ലോ. ആ സ്വർഗത്തിലേക്ക് നീ എത്തേണമെങ്കിൽ ഭൂമിയിൽ നീ നേരെയുള്ള സിറാത്ത്, നേരെയുള്ള വഴി പിന്തുടർന്നേ പറ്റൂ. ആ ഖിയാമത്ത് നാളിൽ ആഖിറത്തിലുള്ള സിറാത്ത് പാലത്തെ സംബന്ധിച്ച് ഇപ്പോൾ തന്നെ സൂചിപ്പിക്കാനാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന സിറാത്ത് എന്ന പദം തന്നെ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുള്ളത്, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഇനി സഹോദരന്മാരെ, ഈ ഹിദായത്ത് അതിനൊരുപാട് വിവരണങ്ങൾ നൽകാനുണ്ട്. ഹിദായത്ത് എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വേണമല്ലോ നമുക്ക് അള്ളാഹുവിന്റെ വഴി തിരിക്കൽ. ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് പ്രസംഗിക്കാൻ നിൽക്കുന്നു. ഏത് നല്ല കാര്യമാണ് പറയേണ്ടത് ആ വഴിയിലേക്ക് എന്റെ മനസ്സ് അള്ളാഹു തിരിക്കണം, എന്റെ നാവിനെ അള്ളാഹു തിരിക്കണം. അല്ലേ, എന്റെ ശക്തി കൊണ്ടല്ലല്ലോ ഞാൻ ഈ കളിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ശക്തി കൊണ്ടല്ലല്ലോ നിങ്ങൾ കളിക്കുന്നത്, മുഴുവനും റബ്ബിൽ നിന്നല്ലേ. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും അഹങ്കാരത്തിന് അവകാശമില്ല, ഞാനെന്ന് വിചാരിക്കാൻ അവകാശമില്ല. ഇന്നലെ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ഉണർത്തുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുന്നു.
ആ പുസ്തകത്തിൽ പെന്നിന്റെ നിബിങ്ങനെ എഴുതുന്നത് കാണുകയാണ്. ആ പുസ്തകത്തിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന ഉറുമ്പ്, ആ ഉറുമ്പിന്റെ ധാരണ ഈ എഴുതുന്നത് പെന്നിന്റെ നിബാണെന്നാണ്. പക്ഷേ ആ ഉറുമ്പ് ഒന്നുകൂടി നോക്കിയിരുന്നുവെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും നിബ്ബല്ല പെന്നാണ്. ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും അല്ല പെന്നല്ല കയ്യാണ്. ഒന്നും കൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും വെറും കയ്യല്ല, കയ്യിന്റെ പിന്നിൽ ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനാണെന്നത് ഒന്നുകൂടി ചിന്തിച്ചാൽ അറിയാൻ കഴിയും ആ മനുഷ്യന്റെ ആത്മാവാണ്, മനുഷ്യന്റെ മനസ്സാണ്. ഒന്നുകൂടി ചിന്തിച്ചാൽ അറിയാൻ കഴിയും ആ മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ, ആ ആത്മാവിനെ കൊടുത്തവൻ, ആ ശരീരത്തെ ഉണ്ടാക്കിയവൻ, ആ കയ്യിനെ പടച്ചവൻ, ആ വിരലിനെ ഉണ്ടാക്കിയവൻ, ആ പെണ്ണ് കയ്യിൽ കൊടുത്തവൻ, അപ്പോൾ എഴുതാൻ തോന്നിപ്പിച്ചവൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ എഴുത്ത് അല്ലാഹുവിൻ്റെതാണല്ലോ, പടച്ചവന്റേതാണല്ലോ, എഴുത്തുകാരൻ്റെതല്ലല്ലോ. എല്ലാം മടങ്ങുന്നത് അല്ലാഹുവിലേക്ക് തന്നെ. അതിനാൽ മനുഷ്യനെപ്പോഴും പൂർണ്ണമായി അല്ലാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാകണം, അല്ലാഹുവിലേക്ക് തിരിഞ്ഞ മനസ്സുകാരനാകണം. ആ നിലക്കുള്ളൊരു മനസ്സുകാരനായി നമുക്കെന്നും ജീവിക്കാൻ കഴിയണം. അതുകൊണ്ട് തന്നെ ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ചിട്ടുള്ള നമ്മൾ ഒരു ദിവസം ചുരുങ്ങിയത് 17 പ്രാവശ്യം പടച്ച റബ്ബിനോട് കൃത്യമായി അങ്ങ് പ്രാർത്ഥിക്കണം. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ഈ നേരെയുള്ള വഴിയിൽ തന്നെ എന്നെ സ്ഥിരപ്പെടുത്തി എന്നെ വഴി നടത്തണേ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരക്കുന്നു സഹാബത്തിന്റെ മുന്നിൽ. ആ വര വരച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നു ഹാദിഹി സബീലുല്ലാഹ്, ഇത് അല്ലാഹുവിലേക്ക് ചെന്നു ചേരുന്ന വഴിയാണ്. നേരെയുള്ള ഒരു വര. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പുറവും ഇപ്പുറവും ഒക്കെ വേറെ ചില വര വരക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു വര നേരെ വരഞ്ഞു. ശേഷം അപ്പുറവും ഇപ്പുറവും ഇടത്തും വലത്തും വരച്ചതിന് ശേഷം പറഞ്ഞു ഹാദിഹി സുബുലുൻ, ഇതെല്ലാം വഴികൾ തന്നെയാണ്. അലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താൻ, ഓരോ വഴിയുടെ അടുക്കലും ഓരോ ശൈത്താൻ ഉണ്ട്. യദ്ഉ ഇലൈഹി, അതിലേക്ക് ക്ഷണിക്കാൻ. ആ ശൈത്താൻ നിങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോയി വഴി തെറ്റിക്കും എന്ന അർത്ഥത്തിൽ അവിടുന്ന് പറഞ്ഞു. വഖറഅ, എന്നിട്ട് അവിടുന്ന് ഓതി അന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇത് നേരെയുള്ള വഴിയാണ്. ഫത്തബിഊഹു, അതിനെ നിങ്ങൾ പിന്തുടരുക. ഈ നേരെയുള്ള വഴി ഏതാണ്? മഹാന്മാരായ അമ്പിയാക്കൾ നടന്നു വന്ന വഴി, അല്ലാഹുവിന്റെ സാലിഹീങ്ങൾ നടന്നു വന്ന വഴി, അതാണ് അസ്റാത്തുൽ മുസ്തഖീം. അതിലേക്ക് വഴി തിരിക്കണമെന്നാണല്ലോ പറഞ്ഞത്. ഇതിന്റെ വിവരണം നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, നേരെയുള്ള വഴി എന്ന് പറഞ്ഞാൽ വളവില്ലാത്ത വഴിയാണല്ലോ, അതേ ദീർഘമല്ലാത്ത വഴിയാണല്ലോ. അതെന്താണ്? എല്ലാ വിഷയത്തിലും മിതത്വമുണ്ടാവുക എന്നതാണ്. എല്ലാ വിഷയത്തിലും മിതവാദിയായിരിക്കണം. തീവ്രവാദിയാകരുത്, ഭീകരവാദിയാകരുത്, തീരെ ഭീരുവുമായി പോകരുത്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കൾ സ്വീകരിച്ച മാർഗം മിതത്വമാണ്. ആ മിതത്വം നിങ്ങൾ എല്ലാ വിഷയത്തിലും ഉള്ളവരാകണം. അതുള്ളവരാക്കി തരണമെന്ന് ഈ ആയത്തിന്റെ അർത്ഥത്തിൽ സൂചനയുണ്ടെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയുന്നു. ഇതുപോലെ ബഹുമാനപ്പെട്ടവർ വിവരിക്കുകയാണ്, അമ്പിയാക്കൾ ധാരാളം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടല്ലോ. ആ ത്യാഗം സഹിച്ചവർ അവർ പൂർണ്ണമായി അല്ലാഹുവിന് അവരുടെ ശരീരവും മനസ്സും സമ്പത്തും വിട്ടുകൊടുത്തിട്ടുണ്ടല്ലോ. മഹാനവറുകൾ പറയുകയാണ്, കണ്ടില്ലേ നിങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു മകനെ അറുക്കാൻ കൽപ്പിച്ചപ്പോൾ അല്ല പറഞ്ഞതാണെന്ന നിലക്ക് മഹാനതിന് തയ്യാറായില്ലേ?
എന്നാൽ സ്വന്തം ശരീരത്തെ അറുക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടെന്ന് കേട്ടപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വന്തം ശരീരം അറുക്കാൻ വേണ്ടി അനുവദിച്ചു കൊടുത്തില്ലേ? മഹാനായ ഇമാം റാസി ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിക്കുകയാണ്. ഓ മക്കളെ, കടലിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള തീരുമാനം വന്നപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനൊന്നും നിന്നുകൊടുത്തില്ലേ? കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വലിയ മഹാനായി, വയസ്സ് 40 മേലെയായി, നുബുവ്വത്ത് കിട്ടി, ഉന്നത സ്ഥാനത്തെത്തിയതിനു ശേഷം അല്ലാഹു പറയുന്നു, മൂസാ നബിയെ, നിങ്ങൾ നിങ്ങളെക്കാൾ ചെറിയ ഒരാളുടെ അടുക്കൽ പോയി ഓതിപ്പടിക്കണം. നിങ്ങൾ ചിന്തിക്കണം ഞാൻ പറഞ്ഞ വാചകം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ നേതാവാണ്, വലിയ ആലിമാണ്. മൂസാ നബിയുടെ വിവരം ഒരിക്കലും ഖിദ്ർ അലൈഹിസ്സലാമിനില്ല. മൂസാ നബി അലൈഹിസ്സലാം ഉലുൽ അസ്മുകളിൽപ്പെട്ട റസൂലാണ്. മൂസാ നബിയുടെ ബഹുമാനം ഖിദ്ർ നബിക്കില്ല. അതുപോലെ 5 മുർസലീങ്ങളായ മഹാന്മാർ, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുർസലീങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണവർ. അവരുടെ ബഹുമാനം വേറെ ഒരു റസൂലിനും ഇല്ലല്ലോ. എന്നാൽ ഖിദ്ർ അലൈഹിസ്സലാം നബിയാണോ വലിയാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ 2 പക്ഷമാണ്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അതേ അവിടുന്ന് വലിയാണെന്ന് പറയുമ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അസഹായ അഭിപ്രായം നബിയാണെന്നതാണെന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് അവിടുത്തെ തുഹ്ഫയിൽ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ശരി, നബിയാണോ വലിയാണോ എന്ന് സംശയമുള്ള ഒരു വ്യക്തി ഉലുൽ അസ്മുകളിൽപ്പെട്ട റസൂലിന്റെ സ്ഥാനം ഉണ്ടാവുകയില്ലെന്ന് ഉറപ്പാണല്ലോ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിന് പഠിച്ചവന്റെ നിർദ്ദേശമാണ്, നിങ്ങളെക്കാൾ താഴെയുള്ള, നിങ്ങളെക്കാൾ ചുവടെയുള്ള ഒരു പണ്ഡിതന്റെ സമീപത്ത് എന്ന് നിങ്ങൾ ഇൽമു പഠിക്കൂ എന്ന് പറഞ്ഞപ്പോ മൂസാ നബിക്ക് ഒരൽപ്പവും അഹങ്കാരം തോന്നിയില്ല. അവിടെ പടച്ചവനോട് ധിക്കാരം തോന്നിയില്ല. എന്ത് ത്യാഗം സഹിച്ചു ഞാനതിന് തയ്യാറാണെന്ന നിലയ്ക്ക് മൂസാ നബി പൂർണ്ണമായി പടച്ച റബ്ബിന് വഴിപ്പെട്ട് ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര ചെയ്തുവല്ലോ. പടച്ചവന് വഴിപ്പെടുന്ന അമ്പിയാക്കളുടെ ശൈലിയാണത്. ഇമാം റാസി പിന്നെയും പറയുന്നു, യഹ്യാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? സക്കരിയാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അവരെ ശത്രുക്കൾ കൊന്നുകളയുകയല്ലേ ചെയ്തത്? കൊല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഒരു മരത്തിന്റെ സമീപത്ത് ചെന്ന് ആ മരം കൊണ്ട് രക്ഷ തേടാമെന്ന് മനസ്സിലാക്കിയപ്പോ ആ മരം പിളർന്ന് നിന്നുകൊടുത്തു. മരത്തിന്റെ ഉള്ളിലേക്ക് മഹാനവറുകൾ അങ്ങ് കയറിയപ്പോ ആ മരം കൂട്ടിപ്പിടിച്ച് ശത്രുക്കളിൽ നിന്ന് രക്ഷ കൊടുക്കുമ്പോൾ ശത്രുക്കൾ വന്ന് ആ മരം നേരെ വാള് വെച്ച് ഈർന്നെടുത്തുകൊണ്ട് 2 കഷ്ണമായങ്ങ് മുറിച്ചിട്ടില്ലേ? അപ്പോൾ ക്ഷമിച്ചില്ലേ നബിമാർ? ആ നിലക്ക് ക്ഷമിച്ചു നിന്നുകൊണ്ട് ദീനീ പ്രവർത്തനം നടത്തണം. ക്ഷമിച്ചു നിന്നുകൊണ്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കണം. എറിഞ്ഞാലും പിളർന്നാലും കൊന്നാലും അതൊക്കെ എന്റെ റബ്ബെനിക്ക് തരുന്നതാണെന്ന നിലക്ക് ക്ഷമയോടെ ദീനീ പ്രവർത്തനം നടത്തണം. അതാണ് സിറാത്തുൽ മുസ്തഖീം. അമ്പിയാക്കളുടെ വഴിയിൽ എന്നെ നീ ഹിദായത്തിൽ നടത്തണേ അല്ലാഹ്. ഏത് പ്രശ്നം വരുമ്പോഴും പതറിപ്പോകാതെ, ഭീരുത്വം കാണിക്കാതെ, നാം ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസത്തിലും ആദർശത്തിലുമായി ധീരതയോടെ ദീനീ പ്രവർത്തനം നടത്തണം. എല്ലാവരും യാത്ര പോകുന്നവരാണ് പാരത്രിക ലോകത്തേക്ക്. ഞാനും പോകുന്നവനാണ്. പോകുന്നതിന് മുമ്പ് എനിക്ക് കൽപ്പനയ്ക്ക് വിധേയമായി ജീവിച്ചു മരിക്കണം. ഈ ചിന്തയോടെ ജീവിക്കണം. ഈ ഒരു നിലക്കുള്ള ഹിദായത്ത് അതല്ലേ ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇമാം റാസി റളിയല്ലാഹു അൻഹു പിന്നെയും ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, മക്കളെ പോരാ, അല്ലാഹു ജല്ല ജലാലുഹു
നേർക്കുനേരെയുള്ള ജീവിതം എന്താണെന്ന് ധാരാളം ഖുർആനിലെ ആയത്തുകളിലൂടെ ധാരാളം മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ ഹിദായത്തിന്റെ വെളിച്ചത്തിലായി ജീവിക്കാനുള്ള തൗഫീഖാണ് ചോദിക്കുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, എല്ലാ വിഷയത്തിലും വേണം അല്ലാഹു നമുക്ക് കാണിച്ചു തന്ന ശരിയായ മാർഗം സ്വീകരിക്കണമെന്ന ചിന്ത. ഒന്നോ രണ്ടോ രംഗത്ത് പോരാ. ഓ മോനെ, എത്രയെത്ര സ്ഥലത്താണ് ഖുർആൻ നമ്മെ വിവരിച്ചു തന്നത്. ഞാൻ കുറച്ച് മാത്രം ഉദാഹരണത്തിന് വേണ്ടി ഖുർആനിൽ നിന്ന് തന്നെ ഉദ്ധരിച്ച് പറയട്ടെ. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല. അതാണ് രുജുവായ മാർഗം, ശരിയായ മാർഗം. ഇത് പടച്ച റബ്ബ് ആദ്യം പറഞ്ഞത് എന്താണ്? ആദ്യം പറയാൻ കാരണം ഇമാം റാസി റഹിമഹുല്ലാഹ് വിവരിക്കുന്നു, അല്ലാഹു തആലയല്ലേ സർവ്വ അനുഗ്രഹവും ചെയ്തു തന്നത്. ബാപ്പയെ തന്നതും ഉമ്മയെ തന്നതും ഭാര്യയെ തന്നതും മക്കളെ തന്നതും സ്നേഹിതന്മാരെ തന്നതും സഹോദരന്മാരെ തന്നതും സഹോദരിമാരെ തന്നതും എല്ലാം എല്ലാം അല്ലാഹയല്ലേ. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള കടപ്പാടല്ലേ മനുഷ്യൻ ഏറ്റവും നന്നായി വിട്ടേണ്ടത്. അത് പഠിപ്പിച്ചുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാനാ, നേരെയുള്ള മാർഗത്തിൽ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യ, വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം കേട്ടോ. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഈ സാധുവായ എന്റെ സദസ്സിൽ വന്ന ചെറുപ്പക്കാരെ, യുവാക്കളെ, കുട്ടികളെ, പടച്ച റബ്ബിന്റെ നിർദ്ദേശം നിങ്ങൾ കേട്ടോ. മാതാപിതാക്കൾ രണ്ടുപേർക്കുമോ അല്ലെങ്കിൽ ഒരാൾക്കോ ആർക്ക് പ്രായം ചെന്നാലും അവരാരോഗ്യം തകരുന്ന സമയത്ത്, അവർ ദുർബലരാകുന്ന സമയത്ത്, ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരൊറ്റ വാചകം പറഞ്ഞു പോകല്ലേ മോനെ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നീ ഉഫ്ഫിൻ എന്ന് പറയരുത്. പഴയ കാലത്ത് ചേ എന്ന് പറയരുത്, ഇതൊക്കെ അർത്ഥം പറയാറുണ്ട്. എന്തർത്ഥം പറഞ്ഞാലും ശരി, അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരു വാചകം നിന്റെ നാവ് കൊണ്ട് ഉച്ചരിച്ചു പോകാൻ പാടില്ല. എന്ത് ഗൗരവമുള്ള വാചകമാണിത്. നീ അവരോട് തെറ്റ് ചെയ്യരുതെന്നല്ലോ പറഞ്ഞത്, അവരോട് മിണ്ടാതിരിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്, ബാപ്പ വിളിച്ചാ പോകാതിരിക്കരുത് എന്നല്ലല്ലോ പറഞ്ഞത്. അവരെ മനസ്സിന് മനക്ലേശമുണ്ടാക്കുന്ന ഒരു വാചകം നിന്റെ നാവിൽ നിന്ന് വന്നു പോകരുത് കേട്ടോ. فلا تقل لهما أف ولا تنهرهما, അവരെ വിരട്ടരുത് കേട്ടോ. വയസ്സായ ഉമ്മ ഇങ്ങനെ കിടക്കുകയാണ്. ചെറുപ്പത്തിൽ നിന്നെ പഠിപ്പിച്ചത് ഓരോ വാചകവും ഉമ്മയാ. കാറ് പോകുമ്പോ നീ ചോദിച്ചു എന്നാ ഉമ്മ? കാറാമനെ. പിന്നെയും എന്നാ ഉമ്മ? കാറാമനെ. പിന്നെയും ചോദിച്ചു എന്നാ ഉമ്മ? കാറാമനെ. 100 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ച ആ കാറ് എന്നുള്ള പേര്, കണ്ണ് എന്നുള്ള പേര്. ഇതെന്നാ? കണ്ണ് കണ്ണ് കണ്ണ്. എത്ര പ്രാവശ്യം പറഞ്ഞാ പഠിച്ചത്? ഓരോന്നും ഉമ്മ പഠിപ്പിച്ചതാ. ആ ഉമ്മ പ്രായമായിട്ട് വീട്ടിൽ കിടക്കുമ്പോ ഒരു കാർ അതിലേ അങ്ങ് പോയി. എന്നാ മോനെ, എന്നാ മോനെ, അത് കാറ്. ഉമ്മാക്ക് ശരിക്കും കേൾവിയില്ല. പിന്നെയും ചോദിച്ചുമ്പോ എന്നാ മോനെ, അത് കാറ്. എന്നിട്ടും കേട്ടില്ല. പിന്നെ എന്നാ മോനെ, നിങ്ങൾ എന്തിനാ അതെല്ലാം നോക്കുന്ന? അവിടെ കിടന്നാ പോരെ. നിങ്ങൾ എന്തിനാ നോക്കുന്ന? അവിടെ കിടന്നാ പോരെ. ഇവന് ദേഷ്യം പിടിച്ചു പോയി. മൂന്നാമത്തേന് ദേഷ്യം പിടിച്ചു പോയി. മുമ്പ് 101 പ്രാവശ്യം പറഞ്ഞ് പഠിപ്പിച്ചതാ ഇവനെ ഈ ഉമ്മ. ആ നന്ദിയില്ലാതെയായി പോയി അല്ലേ? ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ സംഭവങ്ങൾ പറയുന്നില്ല. 100 സംഭവങ്ങൾ എനിക്ക് അനുഭവത്തിൽ പറയാനുണ്ട്. ഉമ്മ വീട്ടിൽ വന്നിട്ട്, ഉമ്മാമ വീട്ടിൽ വന്നിട്ട്, ഉമ്മയും ഉമ്മാമയും ബാപ്പന്റെ ഉമ്മയും ബാപ്പന്റെ ഉമ്മന്റെ ഉമ്മയും, എവിടം വരെ ഉമ്മമാരുണ്ടോ മുഴുവനും ഉമ്മമാര് തന്നെ. ഒരു പ്രസവിച്ചവര് മാത്രമല്ല ഉമ്മ, എല്ലാം ഉമ്മമാര് തന്നെ. ആ ഉമ്മമാരുടെ സമ്മതമില്ലാതെ ഹജ്ജിന് വേണ്ടി വരെ പോകാൻ പാടുണ്ടോ? ദുബായി പോകൽ പിന്നെയല്ലേ, ഖത്തറിൽ പോകൽ പിന്നെയല്ലേ, സൗദി പോകൽ പിന്നെയല്ലേ. ഹജ്ജിന് പോകണമെങ്കിൽ ഉമ്മാന്റെ സമ്മതം വേണ്ടേ? ഹജ്ജിന് പോകണമെങ്കിൽ ബാപ്പന്റെ സമ്മതം വേണ്ടേ? സഹോദരന്മാരെ, സുന്നത്തായ ഹജ്ജാണെങ്കിൽ പിന്നെ പറയേണ്ടതുണ്ടോ? ഉമ്മയും ബാപ്പയും ആരാണെന്ന് ആദരിച്ചത്? പരിശുദ്ധ ഖുർആൻ
എത്ര ഗൗരവത്തിലാണ് ഉമ്മയുടെയും ബാപ്പയുടെയും വിഷയം പറയുന്നത്. വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വളരെ മാനമായ സംസാരം സംസാരിച്ചോളൂ. ചിലപ്പോ രാത്രി ഉള്ള എല്ലാ ഫിത്തനയും ഫസാദും ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടാവും ഉമ്മാനെ പറ്റി. അതാ ഒരു ഭാഗത്തൊന്നും പിന്നെ അങ്ങനത്തെ ഭാര്യമാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഉമ്മാനെ പറ്റി എല്ലാ ഫിത്തനയും ഫസാദും ഭാര്യ പറഞ്ഞു തന്നിട്ടുണ്ടാവും രാത്രി തലേണി മന്ത്രത്തിൽ. അത് മുഴുവനും ഉമ്മാനോട് പ്രകടിപ്പിക്കുന്നവനായി പോകല്ല. അതേ സമയത്ത് ഉമ്മമാരോട് വേറെ ചില നിർദ്ദേശങ്ങളുണ്ട്. ഞാൻ മെഞ്ഞാന്ന് പറഞ്ഞിട്ടുണ്ട്. മകന്റെ ഭാര്യക്ക് എന്തുണ്ട് കുറ്റം എന്ന് നോക്കി നടന്നിട്ട് അത് മകന്റെ മനസ്സിലേക്ക് കത്തയച്ചിട്ടും ടെലിഫോൺ ചെയ്തിട്ടും എപ്പോ നോക്കിയാലും വിളിച്ചോ ഭാര്യന്റെ കുറ്റം മാത്രമേ ഉമ്മ പറയുള്ളൂ. അങ്ങനത്തെ ചില ഉമ്മാരുണ്ട്. അങ്ങനത്തെ ഉമ്മാരും നാദാവൻ ഭാഗത്തില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഓ സഹോദരിമാരെ, നമ്മൾ മറ്റുള്ളവരെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ബാപ്പന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? മകന്റെ ഭാര്യന്റെ ഉമ്മാന്റെ ഗീബത്ത് പറയാൻ പറ്റുമോ? ഗീബത്തല്ലേ നീ പറഞ്ഞത് മുഴുവനും? എന്തിനു നീ ഗീബത്ത് പറയാൻ പോകണം? എന്തിനു മറ്റുള്ളവരെ കുറ്റവും കുറവും പറയാൻ പോകണം? അപ്പൊ ഉമ്മാരത് വേറെ ശ്രദ്ധിക്കണം. ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സിറാജുൽ ഹുദയിൽ പലരും പല കത്ത് അയക്കും. ഒരു ദിവസം ഒരു ചങ്ങാതി കത്തയച്ചു, എന്റെ ഉമ്മ മരിക്കാൻ ദ്വാരക്കണമെന്ന് എന്റെ കത്ത്. ഹക്ക് ഉള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വെറുതെ ഖുർആന് മുമ്പിൽ വെച്ച് കളവ് പറയും. ഉമ്മ മരിക്കാൻ വേണ്ടി ദ്വാരക്കണം ഒരു ചെറുപ്പക്കാരൻ കത്തയച്ചു. വലിയ മോശമായി പോയി അവൻ എഴുതിയത്. പക്ഷേ അവന്റെ കത്ത് വായിച്ചാൽ ഉമ്മ എല്ലാത്തൊരു പെണ്ണാണെങ്കിൽ മരിക്കണമെന്ന് നമുക്കും തോന്നിപ്പോവും. അത്ര അക്രമം ചെയ്യുന്നൊരു ഉമ്മ. അങ്ങനെ ഉമ്മാരും ആയിപ്പോരുത്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കടന്ന് സംസാരിക്കുന്നില്ല. ഇരിക്കട്ടെ, ഉമ്മ ബാപ്പയോടുള്ള കടപ്പാട് ചെറുതല്ല മക്കളെ. വളരെ നന്നായി ആദരിച്ചോളണം. ഖുർആൻ പറയുന്നു, സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ നേരെയുള്ള വഴിയാണ്. അതെല്ലാ രംഗത്തും നേരെയുള്ള വഴിയാകണം. ബാപ്പയോടും ഉമ്മയോടുമുള്ള ബഹുമാനം അത് വളരെ ഗൗരവമുള്ളതാണ്. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറക് താഴ്മയോടെ നീ അവർക്ക് വിരിച്ചു കൊടുക്കണേ. ഉമ്മയോടെപ്പോഴും പറയണം, മോനെ, ഉമ്മ ഒരു പേടിയും പേടിക്കണ്ട. എനിക്കല്ല ആരോഗ്യവുമായി സ്വന്തമെങ്കിൽ ഉമ്മ വിഷമിക്കൂല, ഉമ്മാക്ക് പ്രയാസം വരൂല. ഓരോ മക്കളും പറഞ്ഞോളണം അത്, ഓരോ പെൺകുട്ടികളും പറഞ്ഞോളണം അത്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നാണ് നോക്കുമ്പോൾ ഒരു ഉദാഹരണം പറയാണ്. ഒരു ചങ്ങാതി വന്ന് പറയാണ്, എന്താ പറയുന്നത്, ഉമ്മ വേറെ പൊരക്കാളുള്ളത്, ഞാൻ പിന്നൊട്ടുമ്മാനോട് വിവരവും പറഞ്ഞിട്ടുമില്ല. ഞാൻ ചോദിച്ചാ എന്താ? ഉമ്മയുള്ള സ്വത്ത് തീർത്തു അവനാ കൊടുത്ത്, പിന്നെ ഞാനെന്തിനാ വിളിക്കുന്നു? സുബ്ഹാനല്ലാഹ്, ഇവൻ ഉമ്മനെ ബഹുമാനിക്കുന്നവനാണോ? ഇവൻ നാറിയ സ്വത്തിനെ ബഹുമാനിക്കുന്നവനല്ലേ? നാറിയ സ്വത്തിനെ ബഹുമാനിക്കുന്നവനല്ലേ ഇവൻ? എടോ മനുഷ്യ, 5 പൈസക്ക് ഗതിയില്ലാത്ത ബാപ്പ മരിച്ചു പോകുന്നില്ലേ? 5 പൈസക്ക് ഗതിയില്ലാത്ത ബാപ്പയും ഉമ്മയും ഇല്ലേ? അവരെ മക്കൾ അവരെ ബാപ്പനെയും ഉമ്മനെയും നോക്കുന്നില്ലേ? പണത്തിന് വേണ്ടിയാണോ ബാപ്പനെ നോക്കുന്നത്? പണത്തിന് വേണ്ടിയാണോ ഉമ്മനെ നോക്കുന്നത്? അതേ സമയത്ത് ബാപ്പാരുമാരും ചിന്തിക്കണം, മക്കളോട് നീ അനീതി കാണിക്കുന്നത് ശരിയല്ല. മക്കളോട് അനീതി കാണിക്കരുത്. എല്ലാ മക്കളെയും തുല്യമായി തന്നെ കാണണം. ഒരു മകനോട് അനീതി കാണിക്കുന്നത് ശരിയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ രംഗത്തും മിതമായ നിലവാരമാണല്ലോ ഇസ്ലാം. അതുകൊണ്ട് മക്കളോട് ബാപ്പമാര് അതേ അനീതി കാണിക്കരുത്. ഒരാൾക്ക് കൂടുതൽ കൊടുക്കുകയും ഒരാൾക്ക് കുറച്ചാക്കുകയും ചെയ്യരുത്. ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന് ആ രൂപത്തിൽ സ്വന്തം ബാപ്പ കൊടുത്തപ്പോൾ, മറ്റ് മക്കൾക്ക് കൊടുക്കാതെ കൊടുത്തപ്പോൾ തിരിച്ചു വാങ്ങാനല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എല്ലാ മക്കളോടും നീതി കാണിക്കണ്ടേ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, മക്കളോട് പറയുന്നു, മക്കളെ, ബാപ്പ ഒരാൾക്ക് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ പ്രതിഷേധം കാണിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല കേട്ടോ. ബാപ്പയുടെ അധികാരം വേറെ തന്നെ. അതേ സമയത്ത് ബാപ്പയുടെ അധികാരം പോലുള്ള അധികാരം മക്കൾക്ക് അങ്ങോട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞില്ലേ ഒരാൾ? അദ്ദേഹം പറഞ്ഞ കംപ്ലൈന്റ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് കംപ്ലൈന്റ് പറയുന്നു, ഓ നബിയേ, എന്റെ ബാപ്പ എന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു. ബാപ്പന്റെ തന്നിട്ടില്ല എന്നല്ല കംപ്ലൈന്റ്, ബാപ്പ എന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബാപ്പയെ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മകന്റെ സ്വത്ത് കൈവശപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, നബിയേ, വടിയും കുത്തി വന്നിട്ട് ആ പ്രായമുള്ള ബാപ്പ പറയുകയാണ്, യാ റസൂലല്ലാഹ് കാന ദഈഫൻ വ അന ഖവിയ്യുൻ, എനിക്ക് ആരോഗ്യവും ശക്തിയുമുള്ള സമയത്ത് ഇവൻ ദുർബലനായിരുന്നു, ഇവൻ കുട്ടിയായിരുന്നു. അതേ, വഫഖീറൻ വ അന ഗനിയ്യുൻ, എനിക്ക് ഐശ്വര്യമുള്ള സമയത്ത് ഇവൻ ദരിദ്രനായിരുന്നു, എന്റെ മകന്റെ കയ്യിൽ 5 പൈസ ഉണ്ടായിരുന്നില്ലല്ലോ. ഫകുന്തു ലാ അംനഹു ശൈഅൻ മിൻ മാലി, അന്ന് എന്റെ സ്വത്ത് മുഴുവനും അവന് വേണ്ടിയല്ലേ ഞാൻ ചെലവഴിച്ചത്, അവന് വേണ്ടിയല്ലേ ഞാൻ കൊടുത്തത്, അവനല്ലേ ഞാൻ അനുവദിച്ചത്, ഞാൻ അധ്വാനിച്ചത് തന്നെ എന്റെ ഈ മകന് വേണ്ടിയല്ലേ. എന്നാൽ വല്യൗമ, ഈ ദിവസം വഅന ദഈഫുൻ, എനിക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തവനാണ്, കച്ചവടത്തിന് പോകാൻ കഴിയാത്ത ദുർബലനാണ്. വഹുവ ഖവിയ്യുൻ, അവൻ അതാ ശരീരത്തിന് ആരോഗ്യമുള്ളവനാണ്. വഫഖീറുൻ, ഞാനിപ്പോൾ ദരിദ്രനാണ്. വഹുവ ഗനിയ്യുൻ, അവൻ പൈസ ഉള്ളവനാണ്. വയബ്ഖലു അലയ്യ ബിമാലിഹി, എന്നിട്ട് അവന്റെ സ്വത്ത് ഞാൻ എടുക്കുമ്പോൾ അവന്റെ മുഖം കറക്കുകയാണ്, ഞാൻ അനുഭവിക്കുമ്പോൾ അവന് വെറുപ്പ് പിടിക്കുകയാണ്, അവൻ ബഖീലാവുകയാണ്. ഈ പ്രായം ചെന്ന ബാപ്പയുടെ ഈ അവതരണം കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുപോയി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാ മിൻ ഹജരിൻ വലാ മദരിൻ യസ്മഉ ഹാദാ ഇല്ലാ ബകാ, ഏതൊരു കല്ലും മണ്ണും ഇത് കേട്ടാൽ കരയാതിരിക്കില്ല. ബാപ്പ പറഞ്ഞത് എന്തൊരു സത്യമാണ്. ഉടനെ തന്നെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അന്തവമാലുക്കലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ് കേട്ടോ. അന്തവമാലുക്കലി അബീക, നീയും നിന്റെ സ്വത്തും നിന്റെ ബാപ്പന്റെതാണ് കേട്ടോ. നിന്റെ സ്വത്ത് ബാപ്പ എടുത്താൽ നീ അത് നോക്കി നിൽക്കുകയല്ലാതെ നീ ബാപ്പയ്ക്കെതിരെ മുണ്ടിപ്പോകരുത് കേട്ടോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹോദരന്മാരെ, ബാപ്പയും ഉമ്മയും എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഗതിയാണെന്നൊരിക്കലും തന്നെ എന്റെ ചെറുപ്പക്കാര് മനസ്സിലാക്കി പോകരുത്. ഖുർആൻ അതാണ് സിറാത്തുൽ മുസ്തഖീം വിവരിക്കുമ്പോ വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നത് ബാപ്പയുടെയും ഉമ്മയുടെയും കാര്യമല്ലേ. കേട്ടിട്ടില്ലേ നിങ്ങൾ ഒരു ചരിത്രം? എന്താണ് സുബ്ഹാനല്ലാഹ്, ഉമ്മ ചെറുതാണോ ഉമ്മയുടെ കാര്യം? ഒരു വലിയ മഹാനായ ഒരു ശൈഖ്, ആ ശൈഖ് ഹജ്ജിന് വേണ്ടി പോകണമെന്ന് ചിന്തിച്ചു. അതാ തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പോകണമെന്ന് ചിന്തിച്ചു. ഹജ്ജിന് വേണ്ടി എന്ന് ചരിത്രത്തിൽ കാണുന്നില്ല, മക്ക കരുതി ഉദ്ദേശിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ പോകുന്ന സമയത്ത് തവാഫിന് വേണ്ടി മക്കയിലേക്ക് പോകുമ്പോ, യാത്ര പോകുമ്പോ ഉമ്മയോട് സമ്മതം ചോദിച്ചു. പക്ഷെ ഉമ്മ സമ്മതം കൊടുത്തില്ല. അതേ, ഉമ്മന്റെ സമ്മതമില്ലാതെ കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെട്ടു. ഉമ്മ പിന്നാലെ ഇറങ്ങി, ഈ മകന്റെ പിന്നാലെ ഉമ്മ ഇറങ്ങി. എന്നിട്ട് പടച്ചവനോട് ഒരൊറ്റ ദുആയാണ്, യാ റബ്ബി ഇന്ന ബനി അഹ്റഖനി ബിനാരിൽ ഫുർഖതി സല്ലിത് അലൈഹി ഇഖാബാ. അല്ലാഹുവേ, റബ്ബേ, എന്റെ മകൾ എന്നെ വേർവിട്ടു പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇപ്പോഴിതാ എന്നെ വേർവിട്ട് എന്റെ മനസ്സിനെ കരിച്ചുകൊണ്ട്, എന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് എന്റെ മകനിതാ മക്കയിലേക്ക് തവാഫിന് പോകുന്നു. അവന് വേണ്ട ശിക്ഷ നീ കൊടുക്കണം അല്ലാഹ്. ഉമ്മയെന്ന് പ്രാർത്ഥിച്ചുപോയി. സഹോദരന്മാരെ, ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം, അദ്ദേഹം പുറപ്പെട്ട് യാത്ര പോകുന്നതിനിടയിൽ ഒരു പട്ടണത്തിൽ യാത്രക്കിടയിലെത്തി. അവിടെ ഒരു പള്ളി കണ്ടപ്പോൾ പള്ളിയിൽ രാത്രി സമയത്ത് ഇബാദത്തെടുക്കാമെന്ന് കരുതി ഈ മഹാനായ ശൈഖ് അവിടേക്ക് കയറി. ഇബാദത്തിന് വേണ്ടി പള്ളിയിൽ കയറി. പള്ളിയുടെ തൊട്ടടുത്ത വീട്ടിൽ അപ്പോഴതാ ഒരു ഒച്ചപ്പാട്. എന്താണ്? ആ വീട്ടിൽ കള്ളം കയറിയിരിക്കുകയാണ്. കള്ളം കയറിയപ്പോൾ പുരക്കാരൻ അറിഞ്ഞുപോയി. അറിഞ്ഞതിന്റെ പേരിൽ വീട്ടുകാരൻ ഈ കള്ളനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ കള്ളൻ ഓടിക്കളഞ്ഞു. പള്ളിയുടെ ഭാഗത്തേക്കാണ് ഓടിയത്. അവർ കുറെ പരതി നോക്കി, എവിടെയും കള്ളനെ കാണുന്നില്ല. അങ്ങനെ ഒരു പള്ളിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോ ഒരാളെ പള്ളിയിൽ കണ്ടു. അയാൾ നിസ്കരിക്കുകയാണ്. അത് ശരി, ഓടി വന്ന് കൈകെട്ടിയതാണല്ലേ എന്ന് പറഞ്ഞ് ഈ ശൈഖിനെ അവര് പിടികൂടി രാജ്യത്തെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി.
ഭരണാധികാരിയോ അതാ ഈ മനുഷ്യന്റെ 2 കൈയും 2 കാലും മുറിക്കാനും കണ്ണ് ചൂഴ്ന്നെടുക്കാനും വിധിച്ചു. 2 കൈയും വെട്ടിപ്പോയി, 2 കാലും വെട്ടിപ്പോയി, കണ്ണ് 2ഉം ചൂഴ്ന്നുപോയി. എന്നിട്ട് അദ്ദേഹത്തെ അങ്ങാടിയിൽ കൊണ്ടുവന്ന് ഈ ജനങ്ങള് ഇങ്ങനെ ആളുകൾക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയുകയാണ്. എന്താ വിളിച്ചു പറയുന്നത്? ഹാദാ ജസാഉസ് സാരിഖീൻ. രാജാവിന്റെ കൊട്ടാരത്തിന്റെയും കുടുംബത്തിന്റെയും ഒക്കെ ബന്ധത്തിൽപ്പെട്ട ആളുകളെ കക്കാൻ ചൊല്ലുന്നവരെ രാജാക്കന്മാരെ വെറുതെ വിടുമോ? ഓ ജനങ്ങളെ, ഹാദാ ജസാഉസ് സാരിഖീൻ, കള്ളന് കൊടുക്കുന്ന പ്രതിഫലമാണിതെന്ന് അതാ ജനങ്ങളെ മുന്നിലൂടെ ഈ ശൈഖിനെ നടത്തിക്കൊണ്ടുപോയി വിളിച്ചു പറയുകയാണ്. അപ്പോൾ ആ മനുഷ്യൻ ജനങ്ങളോട് പറയുന്നു, ലാ തഖൂലൂ ദാലിക, നിങ്ങൾ അങ്ങനെ പറയല്ല മക്കളെ, ബൽ മറിച്ച് ഖൂലൂ, നിങ്ങൾ പറയൂ, ഹാദാ ജസാഉ മൻ ഖസദ തവാഫ മക്കത ബിലാ ഇദ്നി ഉമ്മിഹി, ഉമ്മാന്റെ സമ്മതം കൂടാതെ മക്കയിൽ തവാഫിന് പോകുന്നവർക്ക് കിട്ടുന്ന ശിക്ഷയാണിതെന്ന് നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ. കള്ളന്റെ ശിക്ഷയെന്ന് നിങ്ങൾ പറയല്ല, ഉമ്മാന്റെ സമ്മതമില്ലാതെ തവാഫിന് പോകുന്നവർക്കുള്ള ശിക്ഷയാണെന്ന് വിളിച്ചു പറഞ്ഞോളൂ. ഇവരിങ്ങനെ ഇയാളിങ്ങനെ പറയുന്നത് കേട്ടപ്പോ അദ്ദേഹം കരയുകയാണ്. ആ ആളുകൾ ചോദിച്ചു, എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, സംഭവം ഇങ്ങനെയാണ്. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നേരാക്കൂലല്ലോ, എന്നെ കള്ളനാക്കിയതല്ലേ. സംഭവം ഇതാണ്, എന്റെ ഉമ്മ സമ്മതം തരാതെ ഞാൻ കഅബയുടെ അടുത്തേക്ക് പുറപ്പെട്ടു. ഉമ്മാക്കത് മനസ്സിന് വിഷമമുണ്ടായി, ഉമ്മ പ്രാർത്ഥിച്ചുപോയി. അവരങ്ങനെ തന്നെ അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവന്നു. ഉമ്മ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആരാധനാ മണ്ഡപത്തിന്റെ ഗേറ്റിങ്ങിൽ അവര് ആ കുട്ടിയെ അവിടെ വെച്ചു, ആ മകനെ വെച്ചു. ആ മകൻ അവിടെ വെച്ചതിന് ശേഷം അതാ കേൾക്കുന്നു ഉമ്മയുടെ ശബ്ദം വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. ഉമ്മ ഇങ്ങനെ ദ്വാരക്കാണ്. എന്താ ദ്വാ? യാ റബ്ബി നിബ്തലൈത ബിനി ബിബലാഇൻ നഇദു ഇലൈഹ ഹത്താ അറാ. എന്റെ മകൻ എന്നെയും വിട്ടുപിരിഞ്ഞ് സമ്മതമില്ലാതെ പോയ മകൻ, ആ മകന് നീ ശിക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തിരിച്ചു കൊണ്ടുവാ അല്ലാ, എനിക്കൊന്നവനെ കാണാമല്ലോ എന്ന് ഉമ്മ ആ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ഈ ശൈഖ് പുറത്തു വന്ന് ഗേറ്റിംഗിൽ നിൽക്കുന്നത്. ഗേറ്റിംഗിൽ നിന്ന് ശൈഖ് ഉറക്കെ വിളിച്ചു പറയുന്നു, അന മുസാഫിറുൻ ജാഇഉൻ ഫഅത്ഇമീനി, ഞാൻ വിശക്കുന്ന ഒരു യാത്രക്കാരനാണ്, എനിക്ക് നിങ്ങൾ ഭക്ഷണം തരൂ പെണ്ണേ. അപ്പോൾ ഉമ്മ ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഓ ഈ തീലാബാം, അങ്ങനത്തെ യാത്രക്കാരനാണെങ്കിൽ നീ എന്റെ വാതിലിന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് വാ. ഉമ്മ എന്റെ മകനാ പുറത്തുനിന്ന് വിളിക്കുന്നത്, നീ ഉമ്മ അറിയില്ല. ഉമ്മ പറയുന്നു, യാത്രക്കാരാ, നീ എന്റെ വീട്ടിന്റെ വാതിലിന്റെ അടുത്തേക്ക് വാ. അപ്പോൾ ഇയാൾ വിളിച്ചു പറയുന്നു, മാലീമിന്റെ ജിലൈനി, എനിക്ക് കാലില്ല ഉമ്മ, വീട്ടിനടുക്കലേക്ക് വരാൻ കാലില്ല. അതുകൊണ്ട് അപ്പൊ ഉമ്മ പറയുന്നു, എന്നാ ഇലയ്യ, നിന്റെ 2 യദൈക ഇലയ്യ, നിന്റെ കയ്യൊന്നിങ്ങ് നീട്ടൂ, ഞാൻ ഭക്ഷണം തരാം. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, മാലി മിൻ യദൈനി, എനിക്ക് 2 കയ്യുമില്ല ഉമ്മ. അപ്പൊ ഉമ്മ പറയുന്നു, ഇന്ന തഅംതുക തഹ്സുലു ബൈനി വബൈനക ഹുർമ, പിന്നെ ഞാൻ നിനക്ക് ഭക്ഷണം തരാൻ വന്നാൽ ഞാൻ നിന്നെ കണ്ടുപോകൂലേ, അതുകൊണ്ടല്ലേ സമീപത്ത് നിന്ന് കൈനീട്ടാൻ പറഞ്ഞത്. അപ്പോൾ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നു, ലാ തഖാഫി മാലീ മിൻ ഐനൈനി, ഉമ്മ ഭയപ്പെടണ്ട, എനിക്ക് 2 കണ്ണുമില്ല, കാണുന്നത് പേടിക്കണ്ട, എനിക്ക് കണ്ണില്ല. ഉമ്മ അറിയുന്നില്ല ഇതെന്റെ മകനാണെന്ന് അറിയുന്നില്ല.
ഈ ഉമ്മ ഒരു പത്തിരിയും എടുത്തിട്ട് ഗേറ്റിനടുക്കലേക്ക് പുറത്തേക്ക് വരുന്നു. ഒരൽപ്പം തണുത്ത വെള്ളവുമുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളവുമായി അടുത്തിങ്ങി വരുമ്പോ ഈ മകൻ ഉമ്മയുടെ കാൽക്കലേക്കൊന്നിഴഞ്ഞങ്ങ് നീങ്ങിയിട്ട് അതാ ഉമ്മയുടെ കാൽക്കൽ ഈ മകന്റെ മുഖം വെച്ച് കാല് പിടിച്ച് ചുംബിക്കുന്നു. ചുംബിച്ചുകൊണ്ട് പറയുന്നു, അനബലുക്കല്ലാസീ, തെറ്റ് ചെയ്തു പോയ മകനാണ് ഉമ്മ, തെറ്റ് ചെയ്തു പോയ മകനാണ് ഉമ്മ. ഉമ്മാക്ക് മനസ്സിലായി ഇതെന്റെ മകനാണെന്ന് മനസ്സിലായി. ഉമ്മ കരയുന്നു. കരഞ്ഞുകൊണ്ടൊരൊറ്റ ദുആയാണ്, യാ റബ്ബി ഇദാ കാനത്തിൽ ഹാലു കദാലിക ഫഖ്ബിൽ റൂഹി വറൂഹു ഹത്താ ലാ യറന്നാസു സവാദ വജ്ഹനാ. അല്ലാഹുവേ, എന്റെ മകന് കിട്ടിയത് ഇങ്ങനത്തെ ശിക്ഷയാണെങ്കിൽ അവന്റെയും എന്റെയും കറുത്ത മുഖം മറ്റുള്ളവർ കാണാൻ ഞങ്ങളെ നീ അവശേഷിപ്പിക്കേണ്ടതില്ല എന്ന് പറഞ്ഞങ്ങ് തീരുമ്പോഴേക്ക് ഉമ്മയും മകനും മരണപ്പെട്ടു പോകുന്നു. ഓ മക്കളെ, ബാപ്പയുടെ സമ്മതമില്ലാതെ, ഉമ്മയുടെ സമ്മതമില്ലാതെ നിങ്ങളോട് പറയട്ടെ, യാത്ര ചെയ്യാൻ മക്കൾക്ക് പാടില്ല കേട്ടോ. അത് തവാഫിന് വേണ്ടിയാണെങ്കിലും പാടില്ല. ബാപ്പയും ഉമ്മയും വല്ലാത്ത സ്ഥാനം തന്നെ. ഖുർആനിൽ 3 കാര്യങ്ങളല്ലേ അല്ലാഹു തആല ഘടിപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പറഞ്ഞത് എന്താണ്? അത്തീഉല്ലാഹ വ അത്തീഉർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കൂ, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കൂ. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കാതെ അല്ലാഹുവിനെ അനുസരിക്കാൻ സാധ്യമല്ല. ഇതുപോലെ അഖീമുസ് സ്വലാത്ത വ ആതുസ് സകാത്ത്, നിസ്കാരം മുറക്ക് നിർവഹിക്കൂ, സകാത്ത് കൊടുത്തു വിട്ടു. സകാത്ത് കൊടുക്കാതെ നിസ്കാരം മാത്രം നടത്തിയാൽ നിനക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് പെട്ടെന്ന് കടക്കാൻ കഴിയില്ല. മോനെ, മൂന്നാമത്തതാണ് അനിസ്കുർലി വലിവാലിദൈക, പടച്ചവനായ എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യൂ, നിങ്ങളെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യൂ. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ കാര്യം ചെയ്യാൻ പാടുണ്ടോ? ബാപ്പയുടെയും ഉമ്മയുടെയും അനുമതി വേണം. പക്ഷേ അല്ലാഹുവിന്റെ ദീനിൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതില്ലെന്ന് ബാപ്പ പറഞ്ഞാലോ, നീ നിസ്കരിക്കണ്ടെന്ന് ബാപ്പ പറഞ്ഞാലോ, അല്ല നീ നോമ്പെടുക്കണ്ടെന്ന് ഉമ്മ പറഞ്ഞാലോ, അല്ലെങ്കിൽ മക്കളെ നീ നിന്റെ വിശ്വാസം പിഴക്കണം എന്ന് ബാപ്പയോ ഉമ്മയോ പറഞ്ഞാലോ, ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലാഹുവിന് ധിക്കാരം നടത്തുന്ന കാര്യത്തിൽ നിങ്ങൾ മാതാപിതാക്കൾക്ക് വഴിപ്പെടാൻ പാടില്ല. പടച്ചവൻ വിരോധിച്ച കാര്യം ബാപ്പ പറഞ്ഞാലും ചെയ്യാൻ പാടില്ല, ഉമ്മ പറഞ്ഞാലും ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് നാം ബാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ നേരായ വഴിയിലുള്ള ജീവിതം സാധ്യമല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ബാപ്പയോടും ഉമ്മയോടുമുള്ള കാര്യം പ്രത്യേകമായി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ശരിയായ മാർഗത്തിൽ ജീവിക്കുമ്പോൾ അനിവാര്യം തന്നെ. എന്നിട്ട് ഖുർആൻ പറയുകയാണ്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പറയൂ, ഓ അല്ലാഹുവേ, എന്റെ മാതാപിതാക്കൾക്ക് കാരുണ്യം ചെയ്യണേ. അവർ രണ്ടുപേരും എന്നെ കുട്ടിക്കാലത്ത് വളർത്തിയതാണല്ലോ. ഓ സഹോദരന്മാരെ, ഇതെന്താണ് അറിയിക്കുന്നത്? ജീവിച്ചിരിക്കുന്ന കാലത്തല്ലേ നിനക്ക് ബാപ്പാക്ക് ഖിദ്മത്തെടുക്കാനും കഴിയൂ, ബാപ്പാനെ ബഹുമാനിച്ച് നിനക്ക് നന്ദി ചെയ്യാൻ കഴിയൂ എന്ന ധാരണ പറ്റില്ല. മരിച്ചു പോയാലും നീ എപ്പോഴും നീ ബാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകണം, ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനാകണം. മക്കളെ, ബാപ്പക്കും ഉമ്മക്കും മക്കൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവനവൻ ചെയ്തതേ അവനവന് കിട്ടൂ. അതുകൊണ്ട് ബാപ്പന്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ ദുആ നടത്തേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ നിങ്ങൾ ആണ്ട് കഴിക്കേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ നിങ്ങൾ ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല, ബാപ്പന്റെ പേരിൽ ഖുർആൻ ഓതേണ്ടതില്ല, ദിക്ർ ചൊല്ലേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് നേരെയുള്ള വഴിയിൽ നിന്ന് തെറ്റിപ്പോയവർ വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം ഓർമ്മിക്കണേ മുസ്ലിമീങ്ങളെ. നേരെയുള്ള വഴി ഇതാണെന്ന് പറഞ്ഞതിന് ശേഷം
വേറെ അപ്പുറവും ഇപ്പുറവും ചില വര വരച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞില്ലേ ഇതും വഴികളാണ്. ആ ഓരോ വഴിയിലും ഓരോ ശൈത്താനുണ്ട് കേട്ടോ, നിങ്ങളെ വഴിതെറ്റിക്കാൻ ശൈത്താനുണ്ട് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ കൊടുക്കുന്ന സദഖ, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ നടത്തുന്ന ധർമ്മം, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ ഓതുന്ന ഖുർആനോത്ത്, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ നടത്തുന്ന ദുആ, ബാപ്പയുടെയും ഉമ്മയുടെയും പേരിൽ നടത്തുന്ന ദിക്ർ, അത് നിർത്തിയിട്ട് മുസ്ലിം ലോകത്തിന്റെ ഇജ്മാഇനെതിരെ, മുസ്ലിം ലോകത്തിന് തർക്കമില്ലാത്ത നിയമത്തിനെതിരെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരെ നിങ്ങൾ വഴിപിഴച്ചു പോകരുത് കേട്ടോ. ആഖിറത്തിൽ നിന്ന് കൈകടിച്ചതുകൊണ്ട് പ്രയോജനമില്ല. ഖുർആൻ പറയുന്നു, മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ കാരുണ്യത്തിന് പ്രാർത്ഥിക്കുകയും. വെറും പ്രാർത്ഥന മാത്രമാണോ? ഉമ്മന്റെ പേരിൽ സഹാബത്ത് ധർമ്മം ചെയ്തത് സഹീഹുൽ ബുഖാരിയിലില്ലേ? അതുപോലെ ഉമ്മന്റെ പേരിൽ കിണർ ഒഴിച്ചു കൊടുത്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലില്ലേ? ബാപ്പന്റെ പേരിൽ സദഖ ചെയ്തിട്ടില്ലേ? അതുകൊണ്ടല്ലേ ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു മരിച്ച വീട്ടിൽ മരിച്ച മയ്യത്തിന്റെ പേരിൽ 7 ദിവസം ഭക്ഷണം കൊടുക്കുന്നത് തർക്കമില്ലാത്ത സുന്നത്താണെന്ന് സഹാബത്തിന്റെ പ്രവർത്തനം ഉദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയില്ലേ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹബീൽ ഫതാവ എന്ന കിതാബില് സഹാബത്തിന്റെ കാലം മുതൽക്ക് എന്റെ ഈ കാലം വരെ 900ഓളം കൊല്ലമായി മക്കയിലും മദീനയിലും തുടർന്നു വരുന്ന സുന്നത്താണ് 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കുന്ന സുന്നത്തെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയില്ലേ? മരിച്ച വീട്ടിൽ നിന്ന് കുറച്ച് ഭക്ഷണം കൊടുക്കുമ്പോ അത് പാടില്ല എന്ന് വാദിക്കുന്നവര് സഹാബത്തിന്റെ വിരോധികളല്ലേ, ഇമാമിങ്ങളെ തള്ളിയവരല്ലേ, കിതാബുകൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരല്ലേ? അതിനെക്കുറിച്ച് വിശദമായി ഇപ്പോൾ ഞാൻ പറയുന്നില്ല. നിങ്ങളെയൊക്കെ ഞാൻ ക്ഷണിക്കുന്നു, ഈ വരുന്ന 1-ാം തീയതി പെരിങ്ങത്തൂരിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇത്തരം കാര്യങ്ങൾ പ്രസംഗിച്ചവരുടെ പ്രസംഗം സിഡിയിൽ കാണിച്ച് അതേ സ്ക്രീനിൽ വെച്ച് കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ മറുപടി പറയുന്നുണ്ട്. അപ്പോൾ വിശദമായി നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ കുറ്റ്യാടിയിലെ പ്രസംഗത്തിലും കേൾക്കാം. ഞാനിവിടെ ഒരു സൂചന മാത്രം വിഷയം വന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, മാതാപിതാക്കളോടുള്ള കടമ മരിച്ചാലും തീരുന്നതല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഖുർആൻ പറയുന്ന മറ്റു ചില ഉപദേശം. റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും ഇൻ തകൂനൂ സാലിഹീന ഫഇന്നഹു കാന ലിൽഅവ്വാബീന ഗഫൂറാ. നിങ്ങളുടെ മനസ്സിലുള്ളത് നന്നായി അറിയുന്നവനാണ് അല്ലാഹു തആല. നിങ്ങൾ നല്ലവരാണെങ്കിൽ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവർക്ക് ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ് അല്ലാഹു തആല. ഇത് പറഞ്ഞിട്ട് ഖുർആൻ പറയുന്നു, ബാപ്പനെയും ഉമ്മനെയും മാത്രം നോക്കിയാൽ മതിയോ? പോരാ. വആതിദൽ ഖുർബാ ഹഖ്ഖഹ്, കുടുംബങ്ങൾക്ക് കുടുംബത്തിന്റെ അവകാശം കൊടുത്തോളണം. കുടുംബത്തിന്റെ അവകാശമാണ് കുടുംബബന്ധം ചേർക്കുക എന്നത്. കുടുംബബന്ധം മുറിക്കാൻ പാടില്ല. കുടുംബങ്ങൾക്ക് നന്മ ചെയ്യണം. നീ വലിയ പണക്കാരനായിട്ട് വലിയ സ്വത്തുക്കാരനായിട്ട് ധാരാളം സമ്പാദിച്ചു കൊണ്ടുവരുമ്പോ നിന്റെ പെങ്ങളില്ലേ, നിന്റെ പെങ്ങളെ മക്കളില്ലേ, നിന്റെ ജേഷ്ഠാനുജന്മാരില്ലേ, നിന്റെ ബാപ്പന്റെ ജേഷ്ഠാനുജന്മാരില്ലേ, നിന്റെ ഉമ്മന്റെ ജേഷ്ഠാനുജത്തിമാരില്ലേ, അത്തരത്തിലുള്ള നിന്റെ കുടുംബങ്ങൾ പാവപ്പെട്ടവരില്ലേ, അവരെ വീട്ടിലതാ പെൺകുട്ടികൾ അടുക്കള നിറഞ്ഞു കിടക്കുന്നു, സാമ്പത്തിക ശേഷിയില്ല, അവർക്കൊരു വീടുണ്ടാക്കാനുള്ള കഴിവില്ല, അറയുണ്ടാക്കാനുള്ള കഴിവില്ല. അതിന്റെ പേരിൽ അവർ പ്രയാസപ്പെടുമ്പോ നീ വലിയ പണക്കാരനായിട്ട് മാളിക പണിതാ മതിയോ, നീ വലിയ വാഹനത്തിൽ യാത്ര ചെയ്താ മതിയോ? മോനെ, നീ കുടുംബത്തിന്റെ അവകാശം കൊടുത്തോളണം. അതാണ് സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴി ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ വൽ മിസ്കീന, സാധുക്കൾക്ക് അവർ അവകാശം കൊടുത്തോളണം. സാധുക്കൾ അവമതിക്കാൻ പാടില്ല, അവരെ നീ അവഗണിക്കാൻ പാടില്ല. വബ്നസ് സബീൽ, വഴിയാത്രക്കാരിലെ കഴിവില്ലാതെ കുടുങ്ങുന്നവർ, അവർക്കുള്ള അവകാശം അവർക്കും വകവെച്ചു കൊടുത്തോളണം. ഇത് പറഞ്ഞ ഉടനെ ഖുർആൻ പറയുന്നു, ചെലവഴിക്കുന്ന സ്ഥലത്തൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. വലാ തുബദ്ദിർ തബ്ദീറാ,
നീ അനാവശ്യം ചെലവഴിക്കരുത്, നീ ദൂർത്തടിക്കരുത്. എത്രയാ മോനെ കല്യാണത്തിന് ദൂർത്തടിക്കുന്നത്, എത്രയാ നീ പെരുന്നാളിന് ദൂർത്തടിക്കുന്നത്, എന്തെല്ലാം കോമാളിക്കളിയാ കളിക്കുന്നത്, എന്തെല്ലാം തുണിത്തരങ്ങളാ വാങ്ങുന്നത്, എന്തെല്ലാം പണങ്ങളാണ് നീ ചെലവഴിക്കുന്നത്. ഒരു സാധുവിന് വേണ്ടി ചോദിക്കുമ്പോൾ നീ കൊടുക്കുന്നില്ലല്ലോ. അനാവശ്യമായി ഓരോ വീട്ടിലും ഓരോ ചെറുപ്പക്കാർക്ക് ചെരുപ്പുകൾ എത്രയാണ്, വസ്ത്രങ്ങൾ എത്രയാണ്, എന്താണ് പണം കൊണ്ട് ചെയ്യേണ്ടതെന്ന് തിരിയാത്ത മട്ടത്തിലല്ലേ പ്രവർത്തനങ്ങളുള്ളത്. ഓ മക്കളെ, വലാ തുബദ്ദിർ തബ്ദീറാ. ചെറുപ്പക്കാരി ചിന്തിച്ചോളണം. മുസ്ലിം സമുദായത്തിലുള്ള പിഞ്ചോമന മക്കൾ ഇറാഖിൽ വെച്ചതാ പട്ടിണി കിടന്ന് മരിക്കുന്നില്ലേ, വലിയ വലിയ മിസൈലുകൾ വന്ന് പതിക്കുന്നില്ലേ, അഫ്ഗാനിസ്ഥാനിലെ നമ്മുടെ സഹോദരന്മാർ പട്ടിണി കിടക്കുന്നില്ലേ, ഫലസ്തീനിൽ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നില്ലേ. മുസ്ലിം ചെറുപ്പക്കാരാ, അങ്ങൊക്കെ പോകട്ടെ, ഈ വയനാട് മലയൊന്ന് കയറിയാൽ പോകട്ടെ, ഈ നാദാപുരത്തിൽ തന്നെ ഈ ചുറ്റുഭാഗത്തിൽ ഒന്ന് ഓടി നടന്നാൽ എത്ര വീടില്ലാത്ത പാവപ്പെട്ട തങ്ങന്മാരുണ്ട്, എത്ര പാവപ്പെട്ട സാധുക്കളുണ്ട്, എത്ര സങ്കടങ്ങൾ ഓരോരുത്തർ വിളിച്ച് പറയുന്നുണ്ട്. ഓ മുതലാളിമാരെ, പാവപ്പെട്ടൊരു അവകാശം കൊടുക്കണ്ടേ? നിങ്ങളെ സ്വത്തുക്കൾ കൊല്ലത്തിൽ നിങ്ങൾ കണക്ക് കൂട്ടി സക്കാത്ത് കൊടുക്കുന്നുണ്ടോ? പോകട്ടെ, സക്കാത്ത് മാത്രം കൊടുത്താൽ മതിയോ? പാവപ്പെട്ടവരെ സംരക്ഷിക്കേണ്ട ബാധ്യത അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ലേ? അഗതികളെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ചിലർ യതീം കുട്ടികൾക്ക് ധാരാളം കൊടുക്കുന്ന ചിലരുണ്ട്, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ യതീം കുട്ടികളെ നോക്കാൻ ഒരുപാട് ആളുകൾ സമുദായത്തിലുണ്ട്. അതേ സമയത്ത് അഗതികളായ മക്കളുണ്ടല്ലോ, ബാപ്പയുണ്ട്, പക്ഷെ ഒന്നിനും ഗതിയില്ല. അത്തരം മക്കളെ നോക്കാനല്ലേ ആരെയും പലപ്പോഴും കാണാത്തത്. യതീമിന് കൊടുത്താൽ മാത്രം മതിയോ? പരിശുദ്ധ ഖുർആനിൽ യതീമിന് കൊടുക്കണമെന്ന് എവിടെയൊക്കെ പറഞ്ഞോ, അവിടെ എല്ലാം മിസ്കീനിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? യതീമിനെ പറഞ്ഞ ഒരൊറ്റ സ്ഥലത്തും മിസ്കീനെ പറയാതെ അല്ല വിട്ടിട്ടില്ല. അതേ സമയത്ത് മിസ്കീനിന് കൊടുക്കണമെന്ന് പറഞ്ഞ പല സ്ഥലത്തും യതീമിനെ പറഞ്ഞിട്ടില്ല. ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, മിസ്കീനിനെ അല്ല പറഞ്ഞു, പക്ഷേ യതീമിനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യതീമിന് കൊടുക്കേണ്ടതില്ലെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിനർത്ഥം. ഈ യതീമിനെ നോക്കാൻ സമുദായത്തിൽ ഒരുപാട് ആളുകളുണ്ട്. യതീം ഖാനക്കാർക്ക് യതീമായ കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് ബാപ്പ മരിച്ചിട്ടാൻ ദ്വാരക്കുന്ന കമ്മിറ്റിക്കാരുമുണ്ട്. ആ രൂപത്തിലല്ലേ യതീം ഖാനകൾ നാട് നിറയെ കിടക്കുന്നത്. അതേ സമയത്ത് ഒരു കഴിവില്ലാത്ത പാവപ്പെട്ട ആളുകൾ ബാപ്പ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ ബാപ്പക്ക് ഗുളിക വാങ്ങാൻ കേസില്ല, മരുന്ന് വാങ്ങാൻ കേസില്ല, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കേസില്ല, മക്കൾക്ക് പെരുന്നാളിന് വെള്ളം വസ്ത്രം കൊടുക്കാൻ കേസില്ല, അതേ പഠിക്കാനുള്ള വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ ആളില്ല. ബാപ്പ ജീവിച്ചിരിപ്പുള്ളത് കൊണ്ട് യതീം എന്ന അഡ്രസ്സിൽ ഒരാളും കൊടുക്കുന്നുമില്ല. ഇങ്ങനെ വിഷമിക്കുന്ന എത്ര അഗതികളുണ്ട് മുതലാളിമാരെ. അത്തരം അഗതികളെ കണ്ടെത്തി കൊടുക്കേണ്ട ബാധ്യതയില്ലേ? അതാണ് ഖുർആൻ പ്രത്യേകം പറഞ്ഞത്. വൽ മിസ്കീന, സാധുക്കൾ അവകാശം കൊടുക്കണം. ഓ മോനെ, വലാ തുബദ്ദിർ തബ്ദീറാ. ഈ ഒരു നയാകാശ് ചെലവഴിക്കുമ്പോ, ആവശ്യമില്ലാത്തതിന് ചെലവഴിക്കുമ്പോ, ആവശ്യമുള്ള പട്ടിണി കിടക്കുന്ന മക്കളെ നീ ഓർമ്മിക്കണേ. ഇറാഖിലെ മക്കളെ ഓർമ്മിക്കണേ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളായ ചെറിയ പിഞ്ചുമക്കളല്ലേ? ഫലസ്തീനിലെ മക്കൾ നബി തങ്ങളുടെ ഉമ്മത്തുകളിൽപ്പെട്ട മക്കളല്ലേ? അഫ്ഗാനിസ്ഥാനിലെ മക്കൾ നമ്മുടെ മക്കളല്ലേ? അവരിത്രയും പ്രയാസപ്പെടുമ്പോ അള്ള തന്ന പണം കൊണ്ട് ചെറുപ്പക്കാരാ, പെരുന്നാളിനും അതേ കല്യാണത്തിന്റെ തലേ ദിവസവും ഓരോ സമയത്തും നീ എന്താണ് ചെലവഴിക്കേണ്ടതെന്നറിയാതെ, നിന്റെ വീടെങ്ങനെയാണ് സിനിമാ തിയേറ്റർ ആക്കേണ്ടതെന്നറിയാതെ, ഹോം തിയേറ്റർ അല്ലേ നിന്റെ ചിന്ത, വീടൊന്ന് തിയേറ്റർ ആക്കേണ്ട തിരക്കല്ലേ നിനക്ക്. ഓ മോനെ, നിനക്കല്ല തന്ന നിഅമത്തിലും അതിമറന്നു പോകല്ല. ഖുർആൻ പറയുന്നു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. ദൂർത്തടിക്കുന്ന ജനങ്ങളുണ്ടല്ലോ, പണം അനാവശ്യമായി ചെലവഴിക്കുന്നവരുണ്ടല്ലോ, കാനൂ ഇഖ്വാന ശയാത്തീൻ, അവർ ശൈത്താന്റെ ത്വരീഖത്ത് സ്വീകരിച്ചവരാണ് കേട്ടോ, ശൈത്താന്റെ കൂട്ടാളികളാണ് കേട്ടോ.
ശൈത്താന്റെ ത്വരീഖത്ത് സ്വീകരിച്ചു എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ജലാലൈനിയുടെ തഫ്സീറാണ്. അയ്യലാ ത്വരീഖത്തിഹിം, ശൈത്താന്റെ ത്വരീഖത്തിലാണ് അവരുള്ളത്. എന്നിട്ട് വീണ്ടും ഖുർആൻ പറയുന്നു, വഇമ്മാ തുഇറദന്ന അൻഹും ഇബ്തിഗാ റഹ്മത്തിൻ മിർ റബ്ബിക തർജൂഹാ. നിന്റെ കുടുംബക്കാര് നിന്നോട് വന്നൊരു സങ്കടം പറയുമ്പോ നിന്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ പടച്ചവൻ പിന്നെ തരും എന്ന് നിനക്ക് പ്രതീക്ഷയുണ്ടെങ്കിൽ ഫഖുൽ ലഹും ഖൗലം മൈസൂറാ, കുടുംബക്കാരോട് നീ നല്ല വർത്തമാനം പറയുക. എനിക്കൊരു പീടികയിൽ ഒരു കച്ചവടത്തിന്റെ പൈസ കിട്ടാനുണ്ട്, എനിക്കൊരു കുറി വരാനുണ്ട്, എനിക്കൊരു സംഖ്യ വാടക കിട്ടാനുണ്ട്, കിട്ടിയിട്ട് തരാമെന്ന് നീ നല്ല വർത്തമാനം പറയുക. നിന്റെ കൈ കൊടുക്കാതെ നിന്റെ കയ്യതാ നീ നിന്റെ പെരടിയിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടിയവനാകല്ല. ഉള്ളത് മുഴുവനും കൊടുത്തു തീർക്കുന്നവരും ആകല്ല. കൊടുക്കുമ്പോ കുറച്ച് ആലോചിച്ചിട്ട് കൊടുക്കുകയും വേണം. ഭാര്യമാരെയും മക്കളെ പട്ടിണിയാക്കിയിട്ട് കൊടുക്കരുത്. മറിച്ച് കൊടുക്കുമ്പോൾ അവിടെയും മിതത്വവും ഉണ്ടാകണം. നീ ചിന്തിക്കാതെ കൈ മുഴുവനും നിവർത്തി അങ്ങ് കൊടുത്താൽ ആക്ഷേപിക്കപ്പെട്ടവനായി, അതുപോലെ നീ കൊടുക്കാതെ വെച്ചാൽ ആക്ഷേപിക്കപ്പെട്ടവനായി, ഉള്ളത് മുഴുവനും കൊടുത്താൽ മുഴുവനും തീർന്നു പോയവനായി നീ പിന്നീട് ആക്ഷേപത്തിന് അർഹനായി പോകും കേട്ടോ, നീ ഇരുന്നു പോകും കേട്ടോ. ഖുർആൻ ഓരോ നിർദ്ദേശങ്ങളും നൽകുകയാണ്. എന്നിട്ട് ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. വിശാലമായി കൊടുക്കുന്നവൻ അല്ലാഹുവാ, ഇടുക്കം കൊടുക്കുന്നവനും അല്ലാഹുവാ. ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. അവന്റെ അടിമകളെ കുറിച്ച് വിവരമുള്ളവരും കാണുന്നവരും അല്ലാഹു അല്ലേ. ചിലപ്പോൾ ഒരാൾക്ക് പണം കിട്ടിയില്ല, ഒരുത്തർ തോന്നാണ് എന്റെ ജ്യേഷ്ഠൻ വലിയ പണക്കാരനാണല്ലോ, അല്ലെ എന്റെ അനുജൻ വലിയ പൈസക്കാരനാണല്ലോ, ഞാൻ എങ്ങനെയായി പോയത്? മോനെ, ആർക്കാണ് പണം വേണ്ടതെന്ന് നിനക്കറിയോ? അത് അല്ലാഹുവല്ലേ അറിയുള്ളൂ. നിനക്ക് പണം തന്നാൽ ഒരു പക്ഷേ നീ ആ പണം കൊണ്ട് നരകത്തിലേക്കായിരിക്കും നിന്റെ പോക്ക്. അതുകൊണ്ടായിരിക്കും നിനക്ക് തരാതിരുന്നത്. മറ്റവന് കൊടുത്താൽ ഒരു പക്ഷേ അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയാണോ പഠിച്ചത് എങ്കിൽ അവൻ നിനക്ക് വേണ്ടി ചെലവഴിക്കുന്നവനായിരിക്കും, അല്ലെങ്കിൽ നല്ലതിന് ചെലവഴിക്കുന്നവനായിരിക്കും. എന്തുകൊണ്ടല്ലോ തന്നില്ല അത് നമുക്കറിയില്ലല്ലോ. അത് ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പ്രത്യേകം പറയും. മക്കളില്ലാത്ത പലരും ദുആ ചെയ്യാൻ പറയുന്നവരുണ്ട്. അല്ലാഹുവിற்கு ഖൈറായ മക്കളെ നൽകുമാറാകട്ടെ. ഇന്ന് എന്റെ അടുക്കൽ 2 വളയും ഒരു വേറെ കുറച്ച് സ്വർണവും കൊണ്ട് കല്ലിക്കണ്ടിയിലുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. 12 കൊല്ലമായി കുട്ടിയില്ലായിരുന്നു. അൽഹംദുലില്ലാ, നേരത്തെ നേർച്ച ചെയ്തു, കുട്ടി ഉണ്ടായിരുന്ന കുട്ടീനെ എടുത്തു വന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടി ഉണ്ടാവുക എന്നതൊരു അനുഗ്രഹമാണ്. പക്ഷേ നമുക്കറിയോ കുട്ടി ഉണ്ടാകലോ ഇല്ലാതിരിക്കലോ ഖൈറ്. അതുകൊണ്ട് ഒരാൾക്ക് കുട്ടി ഉണ്ടായില്ലെങ്കിൽ അയാൾ ഓർക്കണം, എനിക്ക് ഖൈറ് പക്ഷേ കുട്ടി ഇല്ലാതിരിക്കുന്നതാകാം. അല്ലാഹുവിനല്ലേ അതറിയൂ. അതുകൊണ്ട് ടെൻഷൻ കൊടുക്കേണ്ടതില്ല, അതിന്റെ പേരിൽ നീ മനസ്സ് മുഷിയേണ്ടതില്ല. ഒരാളും മക്കളില്ലാത്തവരെ പരിഹസിക്കാനും പാടില്ല, അവരെ സ്വീപ്പാക്കാൻ പാടില്ല, തമാശക്കും സ്വീപ്പാക്കാൻ പാടില്ല. തമാശക്കാൻ തന്നെ കുത്തിയാ വേദനയാവൂലേ, തമാശക്കാൻ തന്നെ അടിച്ചാ വേദനയാവൂലേ? അതുപോലെ മക്കളില്ലാത്തവർ ചില ആളുകൾ തമാശക്ക് സ്വീപ്പാക്കും. എടാ ഇനി കുട്ടികളില്ലടാ, നീ കുടുക്ക മുളഞ്ഞ പോലെ ഉണ്ടാവും എന്നൊക്കെ പറയും ചില ആളുകൾ. അങ്ങനെ പറഞ്ഞാൽ നീ പടച്ചവന്റെ കുറ്റക്കാരനാണ്. അവന്റെ മനസ്സിന്റെ വേദന ചെറുതല്ല, നീ അതറിയുന്നില്ല. ആ വേദന അറിയണേ നിനക്ക് മക്കളില്ലാതിരിക്കണം. നീ എന്തിനാ അവനെ പരിഹസിക്കാൻ പോയി? അല്ലാഹുവിനല്ലേ അറിയൂ ആർക്കാണ് കുട്ടി ഉണ്ടാകുന്നത് ഖൈർ, ആർക്കാണ് അറിയാത്തത്. ഈ കല്ലാച്ചിയിൽ ഉണ്ടായിരുന്നില്ല ഒരു ഹമീദ്, അങ്ങനത്തെ കുട്ടിയാണ് ഇല്ലാതിരിക്കുന്നതല്ലേ ഖൈർ? ഓ സഹോദരന്മാരെ, ഖൈറും ശർറും ആർക്കറിയാം? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, പടച്ചവനതാ പറയുന്നത്, ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറാ. അറിയുന്നവൻ അല്ലാഹുവാണ്, കാണുന്നവൻ അല്ലയാണ്. വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. നിങ്ങൾ ദാരിദ്ര്യം ഭയന്നിട്ട് നിങ്ങളെ മക്കളെ കൊല്ലരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, മക്കളെ കൊല്ലുന്ന പരിപാടി ഇപ്പോഴുമില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് കൊന്നത് പ്രസവിക്കപ്പെട്ട മക്കളെയാണെങ്കിൽ ഇപ്പൊ വയറ്റിൽ വെച്ച് മക്കളെ കൊല്ലുന്ന ഉമ്മമാരില്ലേ, ഭാര്യമാരില്ലേ, ഭർത്താക്കന്മാരില്ലേ? അല്ലാഹുവിന്റെ മേലെ തവക്കുലാക്കാതെ, പടച്ചവനാണ് കൊടുക്കുന്നവനെന്ന് ചിന്തിക്കാതെ ഗർഭത്തിലുള്ള കുട്ടികളെ കൊന്നുകളയുന്ന എത്ര മനുഷ്യന്മാരാണ്. എടോ, നീ അല്ലാഹുവിനുള്ള വിശ്വാസം കളഞ്ഞു കുളിച്ചോ? നിന്റെ തവക്കുൽ ഇവിടെ പോയി. നിങ്ങളെ മക്കളെ നിങ്ങൾ കൊന്നുകളയല്ല കേട്ടോ, ദാരിദ്ര്യം ഭയന്ന് കൊന്നുകളയല്ല. ഖുർആൻ പ്രത്യേകം പറയുന്നു, നഹ്നു നർസുഖുഹും,
അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളാണ്. വയ്യാക്കും, നിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതും അള്ളയാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ, മക്കളെ കൊല്ലുന്നത് വല്ലാത്ത തെറ്റാണ് കേട്ടോ. എന്നിട്ട് ചെറുപ്പക്കാരെ, സഹോദരിമാരെ, ഖുർആൻ നേരെയുള്ള വഴിയിൽ നടക്കാൻ വേണ്ടിയുള്ള ഉപദേശം നൽകുകയാണ്. വലാ തഖ്റബുസ്സിനാ, നിങ്ങൾ വ്യഭിചാരം കൊള്ള അടുക്കല്ലേ. വ്യഭിചരിക്കല്ലേ എന്ന് പറയുന്നതിന് പകരം വ്യഭിചാരം കൊള്ള അടുക്കല്ലേ. എന്തൊരു ഗൗരവമുള്ള വാക്കാണ്. ഒരു പെണ്ണിനെ ഒരാൾ വ്യഭിചരിക്കുന്നത് എപ്പോഴാ? ആ പെണ്ണിനെ സ്നേഹിക്കുമ്പോഴല്ലേ. സ്നേഹമുണ്ടാകുന്നത് എപ്പോഴാ? ആ പെണ്ണിനെ കാണുമ്പോഴല്ലേ. പ്രേമം വന്നു ചേരുന്നത് കാഴ്ചയിലൂടെയല്ലേ. അതുകൊണ്ട് തന്നെയല്ലേ അന്യ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കരുതെന്ന് ഖുർആൻ ഹദീസും പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പറയുന്ന ഭാഷ വലാ തഖ്റബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുക്കല്ല കേട്ടോ. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ, അത് വളരെ മ്ലേച്ഛമാണ്, വഷളാണ്, വളരെ ചീത്തയായ മാർഗമാണ്, വളരെ മാലിന്യമാണ്. വ്യഭിചാരത്തിലേക്ക് അടുക്കല്ല കേട്ടോ. ഫാത്തിഹോദി നിസ്കരിച്ചാ മതിയോ ഉമ്മമാരെ? ഫാത്തിഹോദി നിസ്കരിച്ചാ മതിയോ ചെറുപ്പക്കാരികളെ? ഫാത്തിഹോദി നിസ്കരിച്ചാ മതിയോ മുസ്ലിമീങ്ങളെ? അല്ലാഹുവിന്റെ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ നേരായ വഴിയിൽ നടക്കാൻ വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന നമ്മൾ ആ നേരായ വഴി ഖുർആൻ പഠിപ്പിച്ചു തന്നത് ജീവിതത്തിൽ പകർത്താനും തയ്യാറാകണ്ടയോ? ഖുർആൻ വീണ്ടും പറയുന്നു, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഓ മനുഷ്യന്മാരെ, നിങ്ങൾ അവകാശമില്ലാതെ ഒരു ശരീരത്തെയും കൊല്ലല്ല കേട്ടോ. ഒരു മനുഷ്യൻ വേറെ ഒരു നിരപരാധിയെ കൊന്നാൽ ഇസ്ലാമിക കോടതിയും ജഡ്ജിയും ഭരണവുമുള്ള രാജ്യത്ത് ആ ഭരണാധികാരിയുടെ മുമ്പിൽ വിചാരണ നടന്നിട്ട് അദ്ദേഹം കൊന്നു എന്നത് തെളിഞ്ഞാൽ പകരം കൊല്ലാൻ വിധിക്കാറുണ്ടല്ലോ. അതുപോലെ അതേ വിവാഹം കഴിച്ചതിന് ശേഷം ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടാനുള്ള അവസരം ലഭിച്ചതിന് ശേഷം അതേ സഹോദരന്മാരെ, വ്യഭിചാരം നടത്തിയവരെ എറിഞ്ഞുകൊല്ലാൻ നിർദ്ദേശമുണ്ടല്ലോ. അതിന് വ്യക്തമായ തെളിവ് കിട്ടണം. പക്ഷെ അങ്ങനെ ഒരു തെളിവ് കിട്ടാനുള്ള വകുപ്പില്ലെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു. കാരണം നാലാള് കണ്ടിരിക്കണം. അതെങ്ങനെ കാണണം? സുർമക്കോലും കുപ്പിയും പോലെ കാണണം, ബക്കറ്റും കയറും കിണറ്റിലിറങ്ങും പോലെ കാണണം. അങ്ങനെ ഒരു നാലാള് കണ്ടുകൊണ്ടൊരു വ്യഭിചാരം നടക്കുകയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സാക്ഷി വിസ്താരത്തിലൂടെ എറിഞ്ഞുകൊല്ലാൻ പറ്റുന്ന ഒരു നിയമം ഉണ്ടെങ്കിലും അക്കാര്യം നടപ്പാകാൻ പോകുന്നില്ല. അങ്ങനെയുള്ള ഒരു നിയമമാണത്. നാലാളാ രൂപത്തിൽ കാണുകയില്ലല്ലോ. അഥവാ ഒരു മനുഷ്യൻ കണ്ടാലോ, കണ്ടവൻ പറഞ്ഞാൽ അത് ഹറാമാണ്, പറഞ്ഞാൽ അവന് 80 അടിയാണ് ശിക്ഷ. രണ്ടാള് പറഞ്ഞാൽ 280 അടിയാണ് ശിക്ഷ. മൂന്നാള് പറഞ്ഞാൽ 380 അടിയാണ് ശിക്ഷ. അങ്ങനെ 83, 24, 240 അടിയാണ് ശിക്ഷ. എന്നാൽ നാലാള് കണ്ടെങ്കിലേ പറയാൻ പറ്റൂ. ഈ നാലാള് ഞാൻ പറഞ്ഞതുപോലെ സുർമക്കോലും കുപ്പിയും പോലെ കാണണം. അങ്ങനെ കാണുന്ന നിലക്കാരെങ്കിലും വ്യഭിചരിക്കുമോ? അതുകൊണ്ട് തന്നെ സാക്ഷി വിസ്താരത്തിലൂടെ എറിഞ്ഞുകൊല്ലുക എന്നത് നടപ്പാക്കാനുള്ള ഒരു നിയമം ആയിട്ട് പ്രായോഗിക രംഗത്തെത്തുകയില്ലെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറയുന്നു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് വ്യഭിചാരം ചെയ്തു പോയവരെ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അത് സാക്ഷി വിസ്താരത്തിലൂടെ തെളിഞ്ഞിട്ടല്ല, സ്വന്തം തന്നെ സമ്മതിച്ചിട്ടാണ്. സ്വന്തം തന്നെ സമ്മതിച്ചാൽ മാത്രമേ എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ ഇസ്ലാമിന് നടപ്പാവുകയുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അതാണ് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞതിന്റെയും താല്പര്യം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ വ്യഭിചാര കുറ്റം കണ്ടാൽ തന്നെ പറയരുതെന്ന് പറഞ്ഞത് എന്തിനാണ്? അത്രയും വലിയ തെറ്റായത് കൊണ്ട് തന്നെ. അത് നമ്മുടെ നാവിലൂടെ പറയേണ്ട ഒരു കാര്യമല്ല, അത് പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട കാര്യമല്ല. കണ്ടാലും പറയരുത് മക്കളെ. അത്തെറ്റ് മൂടി വെക്കേണ്ട തെറ്റാണ്. ഒരാൾ ചെയ്തു എന്ന് കേട്ടാൽ നിന്നോട് ആര് പറഞ്ഞു പാടി നടക്കാൻ? മറിച്ച് അവനെ വിളിച്ച് സ്വകാര്യത്തിൽ ഒരു ഉപദേശം നൽകുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഒരു ഭാര്യ വ്യഭിചരിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുക്കൽ വന്ന് ഒരു സഹാബി പറയുന്നു, നബിയേ, എന്റെ ഭാര്യയുടെ സ്വഭാവം ആര് വന്ന് വിളിച്ചാലും പോകുന്ന സ്വഭാവമാണ്. തൊടുന്നവരെ കൈ മടക്കൂല. അങ്ങനത്തെ ഒരു പെണ്ണാണ്. അല്ലാഹു റസൂൽ അവളെ തലാഖ് ചൊല്ലിക്കള. കാണുന്നവന്റെ ഒക്കെ പിന്നാലെ പോലെ വെച്ച് കൂടിയിട്ടുണ്ടാ തലാഖ് ചൊല്ലിക്കള. ആ സമയത്ത് ഇദ്ദേഹം പറയുന്നു, ഇന്നി ഉഹിബ്ബുഹാ,
നബിയെ, ആ ഭാര്യയോട് എനിക്ക് സ്നേഹമാണ് താനും, എനിക്കവളോട് മനസ്സിന്റെ ഉള്ളിൽ സ്നേഹാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്നാൽ നീ തലാക്ക് ചൊല്ലണ്ട, നിന്റെ ഭാര്യയായി തന്നെ നിർത്തിക്കോ. റഹ്മത്തുല്ലിൽ ആലമീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് പറഞ്ഞത്? ഇപ്പോൾ അവൾ വ്യഭിചരിക്കുന്നത് വേറെ കുറെ പുരുഷന്മാരെ കൂടെയാണ്. ഇവന് മനസ്സിന്റെ ഉള്ളിൽ താല്പര്യമുള്ളതോടുകൂടെ തലാക്ക് ചൊല്ലിയാൽ ഇവനും പിന്നെ വ്യഭിചരിക്കാനാണ് പോവുക. അപ്പൊ അവന്റെ വ്യഭിചാരമെങ്കിലും ഇല്ലാതിരിക്കട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീ അവിടെ തന്നെ നിർത്തിക്കോ എന്നല്ലേ നിർദ്ദേശം നൽകിയത്. എന്തെങ്കിലും വെറുപ്പ് പിടിക്കുമ്പോൾ 3 തലാക്കും ചൊല്ലുന്ന ചില ആളുകളില്ലേ? നിനക്ക് ഇഷ്ടം പോലെ കൈകാര്യം ചെയ്യാനുള്ളതാണോ തലാക്ക്? വിളിച്ചങ്ങ് പറയാനുള്ളതാണോ തലാക്ക്? നീ എന്തേ ഇസ്ലാമിന്റെ അതിരുവരമ്പുകളെ സംബന്ധിച്ച് ബോധമില്ലാത്ത ഭ്രാന്തന്റെ ജീവിതം ജീവിക്കാമോ സഹോദരന്മാരെ? ഏത് കാര്യത്തിനും അതിരുവരമ്പുകളില്ലേ? കാര്യങ്ങളെ സംബന്ധിച്ച് നന്നായി ഗൗരവമായി ചിന്തിക്കേണ്ടതില്ലേ? ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അവകാശമില്ലാത്ത ഒരു ശരീരത്തെയും കൊന്നുപോകരുത്. വമൻ ഖുതില മദ്ലൂബൻ ഫഖദ് ജഅൽനാ ലിവലിഹി സുൽത്താനാ. ഒരാളെ മർദ്ദിതനായി കൊല്ലപ്പെട്ടു പോയെങ്കിൽ ആ കൊല്ലപ്പെട്ടു പോയവന്റെ അവകാശികൾക്ക് ഇവന്റെ മേൽ ഇവന് പകരം കൊല്ലാൻ അവകാശമുണ്ട്. അത് കോടതി മുഖേന അവർക്ക് ചെയ്യാവുന്നതാണ്. ഫലാ യുസ്രിഫ് ഫിൽ ഖത്ൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എങ്ങനെയെങ്കിലും ആരെയെങ്കിലും എങ്ങനെയെങ്കിലും അതിരുവരമ്പ് വിട്ടുകടന്നുകൊണ്ട് കൊല്ലുക എന്നതുണ്ടാകരുത് കേട്ടോ. പണത്തിന് വേണ്ടി പരസ്പരം കൊല്ലിക്കുന്ന മുതലാളിമാരില്ലേ? കച്ചവടത്തിന് വേണ്ടി കൊല്ലിക്കുന്ന മുതലാളിമാരില്ലേ? പണം കെട്ടിയിട്ട് മതിയാകാതെ വലിയ വലിയ കള്ളക്കടത്തുകാരൊക്കെ അവർ പണത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുന്ന ഏർപ്പാടില്ലേ? മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്ത മുതലാളിമാർ, അവനവന്റെ മരണത്തെ കുറിച്ച് ചിന്തയില്ലാത്തവർ. ഉമ്മമാരെ, എന്നാ മറ്റൊരാളെ കൊല്ലുന്നതിനേക്കാൾ ഗൗരവമാണ് കേട്ടോ സ്വന്തം ശരീരത്തെ കൊല്ലൽ. ആത്മഹത്യ ചെയ്യുക എന്നൊരു ഏർപ്പാടില്ലേ? ഞാനങ്ങ് കിണറ്റി തുള്ളിക്കളിയും എന്ന് പറയുന്നവരില്ലേ? ഞാൻ എണ്ണ ഒഴിച്ച് തീ കൊടുക്കുമെന്ന് പറയുന്നവരില്ലേ? ഓ ഉമ്മമാരെ, നീ മരിക്കുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റും ചെയ്തിട്ട് ഒരു തൗബയുമില്ലാത്ത നിലക്കാണ് നിന്റെ മരണമെങ്കിൽ കോടി കോടി കൊല്ലങ്ങള് നിനക്ക് നരകത്തിൽ വെച്ച് വെന്തുരുകാൻ നിനക്ക് ധൈര്യമുണ്ടോ? ഖബറിൽ വെച്ച് നിനക്ക് ധൈര്യമുണ്ടോ? മഹ്ശറിൽ ധൈര്യമുണ്ടോ? നീ ഏറ്റവും പിഴച്ചവരായി പോയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം ശരീരം ആത്മഹത്യ ചെയ്ത് മരിച്ച വ്യക്തിക്ക് മയ്യിത്ത് പോലും നിസ്കരിക്കാതെ മാറി നിന്നില്ലേ? അതുകൊണ്ട് തന്നെ ആത്മഹത്യ എന്ന വിഷയം അത് വളരെ ഗൗരവമുള്ളതാണെന്ന് എന്റെ ഉമ്മമാരെ, മുസ്ലിമീങ്ങളെ വളരെ ശ്രദ്ധിക്കണമെന്നിടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. വലാ തഖ്റബൂ മാലൽ യതീം. നിങ്ങൾ അനാഥ മക്കളുടെ സ്വത്ത് കൊള്ള അടുക്കല്ല കേട്ടോ. അനാഥ മക്കളുടെ സ്വത്ത് കൈവശപ്പെടുത്തുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, പിരിവെടുത്തിട്ട് കൊടുക്കാത്തവരില്ലേ? അനാഥ മക്കളെ സ്വത്ത് കൊണ്ട് പലതും കൈകാര്യം ചെയ്യുന്നവരില്ലേ? നിങ്ങൾ അനാഥ മക്കളുടെ സ്വത്തിലേക്ക് അടുക്കല്ല കേട്ടോ. ഇല്ലാ ബില്ലതീ ഹിയ അസ്സൽ. നല്ല വിധത്തിൽ അനാഥകൾക്ക് ഗുണകരമാകുന്ന വിധത്തിലല്ലാതെ നിങ്ങൾ അനാഥ മക്കളെ സ്വത്ത് കൈകാര്യം ചെയ്യല്ല കേട്ടോ. ഹത്താ യബ്ലുഗ അശുദ്ധ. അനാഥ മക്കൾക്ക് പ്രായപൂർത്തി എത്തിയാൽ നിങ്ങൾ അതവർക്ക് കൊടുക്കുകയും വിട്ടുകയും വേണം. വൗഫൂ ബിൽ അഹ്ദി ഇന്നൽ അഹ്ദ കാന മസ്ഊലാ. കരാറുകൾ പാലിക്കണം മക്കളെ, ഉടമ്പടികൾ പാലിക്കണം മക്കളെ. ചെറുപ്പക്കാരെ, നീ പെട്ടെന്നങ്ങനെ ഭീകരവാദത്തിലേക്ക് അങ്ങ് പോയിക്കൂടാ. ഇന്ത്യ രാജ്യമുണ്ടല്ലോ, ഈ രാജ്യത്തുള്ള മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാ മതക്കാരും ഇവിടെ ഒരുപോലെ സ്വതന്ത്രമായി ജീവിക്കുന്നില്ലേ? എല്ലാ കക്ഷികളും തമ്മിൽ ഒരു ഉടമ്പടിയില്ലേ? ആ ഉടമ്പടി എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച് ഏത് മതക്കാരനും അവന്റെ മതമനുസരിച്ച് ജീവിക്കാം, പരസ്പരം ആക്രമിക്കരുത് എന്നല്ലേ നമ്മൾ തമ്മിലുള്ള കരാറ്. അതിവിടെയുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിനിധികളായ മുസ്ലിം നേതാക്കളും ഹിന്ദു നേതാക്കളും അതുപോലെ ക്രിസ്തു നേതാക്കളും എല്ലാ നേതാക്കളും ഒത്തൊരുമിച്ചല്ലേ ഭരണഘടനയും അതുപോലെ ഇവിടുത്തെ വ്യവസ്ഥയും ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ തമ്മിലൊരു കരാറുണ്ടല്ലോ, പരസ്പരം ആക്രമിക്കാൻ പാടില്ല.
പരസ്പരം അവമതിക്കാൻ പാടില്ല. ഓരോ മതക്കാർക്കും അവരുടെ മതമനുസരിച്ച് ജീവിക്കാം. ഈ കരാറ് ലംഘിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നീ ഒരു വർഗീയവാദിയാകാൻ പാടില്ല. ഈ ഒരു ഭീകരവാദിയായിട്ട് ബോംബ് നിർമ്മിക്കാൻ പാടില്ല. ഈ ഒരു ഭീകരവാദിയായിട്ട് നാട് ചുടാൻ പാടില്ല. നീ ഓർത്തോളം ഇതൊരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ഉമ്മത്ത് ഈ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരാർ ലംഘിക്കുന്നത് തെറ്റായതുകൊണ്ട് തന്നെ ഭീകരവാദിയായി രംഗപ്രവേശം ചെയ്യുന്നത് ഇസ്ലാമിക ദൃഷ്ട്യാ തെറ്റാണ് കേട്ടോ. കരാറ് പാലിച്ചോളണം. അവിടെ ചിലപ്പോൾ വിവരമില്ലാത്ത ക്ലാസ് എടുക്കുന്നവർ ചോദിച്ചേക്കും, അങ്ങനെ കരാറ് മറ്റുള്ളവർ പാലിച്ചില്ലെങ്കിലോ? ഓ മനുഷ്യ, പാലിച്ചില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് അതിന്റെ നടപടി സ്വീകരിക്കുക എന്നല്ലാതെ മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, കള്ളും കുടിച്ചിട്ട് വൈകുന്നേരം ഒരു ഹിന്ദു മതക്കാരൻ വന്ന് നമ്മുടെ വീട്ടിന്റെ മുന്നിൽ വെച്ച് കള്ളും കുടിച്ചിട്ട് നമ്മളെ ചീത്ത പറഞ്ഞാൽ പകരം കള്ളും കുടിച്ച് വൈകുന്നേരം തിരിച്ചവരെ ചീത്ത പറയാൻ നമുക്ക് പറ്റുമോ? നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ അയൽവാസികളിലോ പെട്ട ഒരു പെണ്ണിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്താൽ അവന്റെ കുടുംബത്തിലുള്ളവനെ തട്ടിക്കൊണ്ടുവന്ന് നമുക്ക് ബലാത്സംഗം ചെയ്യാൻ പറ്റുമോ? അവൻ ചെയ്തില്ലേ എന്നതുകൊണ്ട് നമുക്കിത് ഹലാലാകുമോ? അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മതക്കാരോ മതമില്ലാത്തവരോ അവര് കരാറ് ലംഘിച്ചാൽ അതിന് നിയമപരമായ മാർഗം തേടുകയല്ലാതെ മറിച്ച് നമ്മളും കരാറ് ലംഘിക്കുക എന്നത് പാടുള്ളതല്ല. പരിശുദ്ധ ഖുർആൻ അതാ പറയുന്നത്, ഓ ജനങ്ങളെ, എല്ലാ കരാറിനെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടും. രാഷ്ട്രീയക്കാരുടെ മോഡലായി ഇസ്ലാമിന്റെ നിയമം നമുക്ക് കണ്ടുകൂടാം. ഒരു കുഴപ്പവും ഉണ്ടാക്കുകയില്ലെന്ന് നേതാക്കന്മാര് പരസ്പരം ഒപ്പിടുന്ന സമയത്ത് അപ്പുറത്ത് പോയിട്ട് ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ പകരം ചെയ്തോളണമെന്ന് വിളിച്ചു പറയുന്ന രാഷ്ട്രീയക്കാരുടെ സ്വഭാവം ഇസ്ലാം അംഗീകരിക്കുന്നവർക്ക് പാടില്ല കേട്ടോ. വാക്ക് പാലിച്ചോളണം, കരാറ് ലംഘിക്കാതെ പാലിച്ചോളണം. ഇസ്ലാമിന്റെ നിയമമാണത്. ഖുർആൻ വീണ്ടും പറയുന്നു, ഇന്നൽ അഹ്ദ കാന മസ്ഊലാ, ഉടമ്പടികൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. വഔഫുൽ കൈല ഇദാ കിൽതും വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ അളവിലും തൂക്കത്തിലും ചുരുക്കം വരുത്തരുത് കേട്ടോ. പെട്രോൾ പമ്പ് നടത്തുന്ന മുതലാളിമാരെ, പെട്രോളും ഡീസലും നിങ്ങൾ കക്കല്ല കേട്ടോ. എത്രയോ പെട്രോൾ പമ്പുകാര് ആദ്യം തന്നെ പമ്പ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് കക്കാനുള്ള സംവിധാനത്തോടു കൂടിയല്ലേ? പെട്രോൾ പമ്പ് നടത്തുന്ന മുതലാളിമാർക്ക് എന്നോട് ദേഷ്യം വേണ്ട, നിങ്ങൾ കക്കാറില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊണ്ട് പറഞ്ഞിട്ടില്ല. കക്കുന്ന മുതലാളിമാരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പല തൊഴിലാളികളും ചോദിച്ചിട്ടുണ്ട്, മുതലാളി പറയുന്ന കട്ടെങ്കിലേ തൊഴിൽ തരുള്ളൂ എന്നാണ്, തൊഴിലെടുക്കാമോ ഉസ്താദേ എന്ന് പല പെട്രോൾ പമ്പിലെയും തൊഴിലാളിമാര് പാവപ്പെട്ട എന്നോട് മസല ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാ ഞാൻ ഈ വിവരം അറിയുന്നത്. പെട്രോൾ പമ്പ് പലതും കളവ് നടത്തുന്നുണ്ട്, പെട്രോളും ഡീസലും എന്നത്. മുതലാളിമാരെ, അളവിലും തൂക്കത്തിലും കുറവ് വരുത്തല്ല. തേങ്ങ തൂക്കുന്ന സമയത്തും എന്ത് തൂക്കുന്ന സമയത്തും അളവിലും തൂക്കത്തിലും നിങ്ങൾ കുറവ് വരുത്താൻ പാടില്ല. വസിനൂ ബിൽ ഖിസ്താസിൽ മുസ്തഖീം, നിങ്ങൾ നേരെയുള്ള തൂക്കം തന്നെ ശരിയായ തൂക്കുന്നത് കൊണ്ട് തൂക്കിയേക്കണം. അതെല്ലാം തൂക്കണം മനുഷ്യ. ആത്മീയ രംഗവും അതുപോലെ തൂക്കണം. ഈ തൂക്കൽ ഇത് പറഞ്ഞ വെറും ഇത് മാത്രമല്ല. ഇമാം ഗസാലി തങ്ങൾക്കൊരു കിതാബുണ്ട്, അതിന്റെ പേര് തന്നെ അൽ ഖിസ്താസുൽ മുസ്തഖീം എന്നാണ്. അതിൽ മഹാനവറുകൾ പറയുന്നത്, സത്യവും അസത്യവും നീ ശരിക്ക് ഗ്രഹിക്കാൻ നീ പണ്ഡിതന്മാരിൽ നിന്ന് കാര്യം ഗ്രഹിക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ചിന്തിക്കുക. അല്ലാതെ നീ ഒരിക്കലും തന്നെ ചിന്തിക്കാത്ത മനുഷ്യനായി പോകരുത്. പക്ഷെ എന്റെ ചിന്തയുടെ പവർ കൊണ്ട് ഹിദായത്ത് എനിക്കിങ്ങ് വാങ്ങാമെന്നൊരു അഹങ്കാരത്തിന്റെ ചിന്ത വേണ്ട എന്നാണ് നേരത്തെ ഞാൻ വിവരിച്ചിട്ടുള്ളത്. അല്ലാഹ് തൗഫീഖ് തന്നെങ്കിലേ നീതിയിലേക്ക് എത്താൻ മനുഷ്യന് സാധിക്കുകയുള്ളൂ. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീലാ, അതാണ് മോനെ നിനക്ക് എപ്പോഴും നല്ലത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമ, വിവരമില്ലാതെ നീ ഒരു കാര്യവും പറഞ്ഞേക്കരുത്. അറിവില്ലാതെ ഒന്നും പറയാൻ പോകരുത്. അറിയില്ലേ, അറിയില്ല എന്ന് പറയണം. അല്ലാഹു ജല്ല ജലാലുഹു പഠിച്ചു പറയുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നാളെ പറയാം. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജ, അദ്ദേഹത്തിന് ഒരു ഡോക്ടറും ക്രിസ്ത്യാനിയായ ഡോക്ടർ. പഠിച്ചിട്ടേ പറയാവൂന്ന് ഞാൻ പറഞ്ഞില്ലേ? പഠിച്ചിട്ട് പറയുകയും വേണം. പഠിച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന്
നേരെയുള്ള വഴിയിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ പലരും ഇവിടെ തെളിവുകൾ പറയുന്നവരുണ്ടാവും. അവരുടെ തെളിവല്ല എന്നത് പഠിച്ചു പറയൽ പണ്ഡിതന്മാർക്ക് നിർബന്ധമാണ്. ബഹുമാനപ്പെട്ട ഹാറൂൻ റഷീദ് രാജാവ് അദ്ദേഹത്തിന് നസ്രാനിയായ ഒരു ഡോക്ടർ മൂപ്പരെ ചികിത്സിക്കും. അപ്പോ നല്ല ചൊങ്കനാണ് ഈ ഡോക്ടർ. അദ്ദേഹത്തിന് നല്ല അതവുള്ള മനുഷ്യനാണ് ഈ ഡോക്ടർ. ആള് ക്രിസ്ത്യാനിയാണ്. അപ്പൊ എന്ത് ചെയ്തു? രാജാവിന്റെ മനസ്സിൽ എപ്പോഴും ഇങ്ങനെ തോന്നുന്നു, പഠിച്ചവനെ ഈ ഡോക്ടർ ഒന്ന് മുസ്ലിം ആക്കി തിരക്കേടില്ലായിരുന്നു, ഈ ഡോക്ടർ ഒന്ന് മുസ്ലിം ആക്കി തിരക്കേടില്ലായിരുന്നു, ഇങ്ങനെ തോന്നും. അങ്ങനെ ഒരു ദിവസം ഹാറൂൻ റഷീദ് രാജാവ് പറഞ്ഞു, എടോ നിനക്കൊന്ന് മുസ്ലിം ആയിക്കൂടെ, ഹിദായത്തിലേക്ക് വന്നുകൂടെ? അപ്പോ ഇയാള് ഉടനെ തന്നെ പറഞ്ഞു, അതെന്തിനാ ഞാൻ ഹിദായത്തിലേക്ക് വരുന്നു? നിങ്ങളെ ഖുർആനിൽ എനിക്ക് തെളിവുണ്ട്, നിങ്ങളെ ഖുർആനിൽ എനിക്ക് തെളിവുണ്ട് എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ലേ നിങ്ങൾ? മഞ്ചേരിയിലെ ഒരു മൗലവി, അലവി മൗലവിനെ അയാളെ പേര്. അയാളെ പണി എന്താ? ക്രിസ്തുമതമാണ് ശരി എന്നതിന് ഖുർആനിൽ ആയത്ത് ഓതലാണ് പണി. ഖുർആനിൽ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്യാൻ ഈ ക്രിസ്ത്യാനിയും പറയും, നിങ്ങളെ ഖുർആനിൽ എന്റെ ക്രിസ്തുമതത്തിന് വിരോധമില്ല എന്നതിന് തെളിവുണ്ട്. എന്താണ് അവരുടെ വാദം? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മൾ വിശ്വസിക്കുന്നു നബിയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന നബിയാണ് എന്നല്ല, പടച്ചവന്റെ ഒരു ഭാഗമാണ്, പടച്ചവന്റെ ഒരു കഷ്ണം, ഒരു അവതാരം ആണ് എന്ന് അവർ വിശ്വസിക്കുന്നത്. ഈ വിശ്വാസമാണ് പല കള്ളത്തരീക്കത്തുകാർക്കും അവരുടെ ശൈഖന്മാരെ പറ്റിയും ഉള്ളത്. ഞാൻ മുമ്പ് ഇവിടെ കള്ളത്തരീക്കത്തിനെ സംബന്ധിച്ച് പ്രസംഗിച്ചപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇല്ലേ, കൂത്തുപറമ്പിലിന്റെ അടുത്ത് വേങ്ങാട്ടിലെ ഒരു കാക്ക, അതുപോലെ ആലുവായിലെ വേറൊരു കാക്ക, സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കുമറിയാതെ അഖീദ പിഴച്ചുപോയവർ അല്ലാഹുവിന്റെ ശർറിൽ നിന്ന് മുസ്ലിമീങ്ങളെ കാക്കട്ടെ. ഞാനതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അതിനെ സംബന്ധിച്ച് വിശദമായി ഞാൻ മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ഈ ക്രിസ്ത്യാനിയായ ഡോക്ടർ പറയുന്നു, നിങ്ങൾക്കെതിരെ എന്റെ ക്രിസ്തുമതം ഈസാ അലൈഹിസ്സലാം, ആ ഈസാ അലൈഹിസ്സലാമിന് പറയാം യേശു ക്രിസ്തു ദൈവത്തിന്റെ അംശമാണ് എന്നതിന് ഖുർആനിൽ തെളിവുണ്ട്. ഉടനെ തന്നെ ഹാറൂൻ റഷീദ് ചോദിച്ചു, എന്താ എന്റെ തെളിവ്? ഇയാൾ ഓതി, വകലിമത്തുൻ അൽഖാഹാ ഇലാ മറിയമ വറൂഹൻ മിൻഹു. റൂഹൻ മിൻഹു എന്നല്ലേ പറഞ്ഞത്? അല്ലാഹുവിങ്കൽ നിന്നുള്ള റൂഹ് എന്നല്ലേ പറഞ്ഞു? ഇപ്പൊ പടച്ചവന്റെ ഒരു കഷ്ണാണ് എന്നല്ലേ അത് അറിയിക്കുന്നത് എന്നാണ് ഈ ക്രിസ്ത്യാനി ഖുർആനിൽ ഓതി കൽപ്പിക്കുന്നത്. ഹാറൂൻ റഷീദ് രാജാവ് രാജാവാണ്, വലിയാരല്ലോ. ഭരണമുള്ളത് കൊണ്ട് വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. ആള് സയ്യിദാണ്, വലിയ ആളാണ്, പക്ഷേ വിവരമില്ല. അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാ ആലിമീങ്ങളുടെയും സമ്മേളനം വിളിച്ചു ചേർത്തു. സമ്മേളനം വിളിച്ചു ചോദിച്ചു, ഇതിന് മറുപടി പറയാൻ നിങ്ങളുടെ കൂട്ടത്തിലാരുണ്ട്? സുബ്ഹാനല്ലാഹ്, പണ്ഡിതന്മാർക്ക് പലർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അതേ ഖുറാസാനിൽ നിന്ന് ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അതാ ഒരു കൂട്ടം ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കേൾക്കുന്നു. അതേ, ആ പുറപ്പെട്ട കൂട്ടത്തിൽ ഒരു നല്ല പണ്ഡിതനുണ്ടെന്ന് കേട്ടു. ആർക്കും മറുപടി പറയുന്ന ഒരു പണ്ഡിതൻ. ആ പണ്ഡിതനെ ഒന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ഹാറൂൻ റഷീദ് രാജാവ് അദ്ദേഹത്തെ വിളിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു വാഖിദ് എന്നാണ്. മർവക്കാരനാണ്, ഖുർആനിൽ വല്ലാത്ത വിവരമുള്ള ഇമാമാണ്. ഹാറൂൻ റഷീദ് രാജാവ് വിളിപ്പിക്കുകയാണ്. വിളിപ്പിച്ചതിന് ശേഷം സഹോദരന്മാരെ, അദ്ദേഹത്തെയും ഈ ചെറുപ്പക്കാരനായ ഡോക്ടറെയും സമീപത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്റെ ഹാറൂൻ റഷീദ് പറഞ്ഞു, രാജാവ് പറഞ്ഞു, നിന്റെ സംശയം നീ ഈ പണ്ഡിതന്റെ മുന്നിലൊന്ന് പറയൂ. പണ്ഡിതന്റെ മുമ്പിൽ ഇയാളങ്ങ് ഓതിക്കൊടുത്തപ്പോ, ഈ പണ്ഡിതൻ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധ. ഉടനെ തന്നെ ആ പണ്ഡിതൻ ഉരുട്ടും വരട്ടൊന്നും പറയാൻ പോയില്ല. ഉടനെ തന്നെ പറഞ്ഞ വാക്കെന്താണ്? ഖദ് അലിമല്ലാഹു യാ അമീറൽ മുഅ്മിനീൻ ഫീ സാബിഖ് ഇൽമിഹി അന്ന ഹാദൽ ഖബീസ യസ്അലുനി ഫീ മജ്ലിസിക ഹാദാ. ഈ വിവരമില്ലാത്ത, ഈ മോശക്കാരനായ, ഈ സംശയം ചോദിക്കുന്ന മനുഷ്യൻ സംശയം നിങ്ങളെ മുന്നിൽ വെച്ച് എന്നോട് ചോദിക്കുമെന്ന് അള്ളാഹുവിന് അറിയാം രാജാവേ. പടച്ചവൻ ഖിയാമത്ത് നാൾ വരെ അവന്റെ ദീന് സംരക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല എന്നോട് ഈ ചോദ്യം നിങ്ങളെ മുന്നിൽ വെച്ച് ഇവൻ ചോദിക്കുമെന്നത് അള്ളാഹുവിന് അറിയാം. വഇന്നഹു ലമുഖ്ലു കിതാബഹു അൻ ജവാബിഹി. ഇതിന്റെ മറുപടി ഖുർആനിൽ ഇല്ലാതിരിക്കുകയില്ല. ഖുർആനിൽ ഇതിന്റെ മറുപടി ഉണ്ട്.
പക്ഷേ ഇപ്പോൾ എനിക്കത് ഓർമ്മയില്ല. നമ്മളാണെങ്കിലോ ഇവനെ പ്രസംഗിക്കാൻ വന്നതെന്ന് ചോദിക്കൂലേ? ആ മഹാന്റെ മറുപടി ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു വലില്ലാഹി അലയ്യ അല്ലാ അത്അമ വലാ അസ്റബ ഹത്താ ഉദ്ദിയ അല്ലദീ യജ്ബു മിനൽ ഹഖ് ഇൻഷാ അല്ലാഹ്. ഞാൻ പറയുന്നു, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ, വെള്ളം കുടിക്കണമെങ്കിൽ ഇവന്റെ ഈ ചോദ്യത്തിന് ഖുർആനിൽ നിന്ന് മറുപടി പറഞ്ഞിട്ടല്ലാതെ ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല, ഞാൻ വെള്ളം കുടിക്കില്ല. ഞാനത് കണ്ടുപിടിച്ചിട്ടേ ഞാൻ ഇനി അടങ്ങിയിരിക്കുകയുള്ളൂ. അദ്ദേഹം എന്ത് ചെയ്തു? ഉടനെ തന്നെ ഒരു റൂമിലങ്ങ് കയറി. ആ റൂമിൽ കയറിയിട്ട് വാതിലങ്ങടച്ചു. വാതിലടച്ചിട്ട് അദ്ദേഹം ഇരുട്ടിലങ്ങിരുന്നു. ഖുർആൻ ആദ്യം മുതൽക്ക് ഇങ്ങനെ ഓതി. ഖുർആൻ ഇങ്ങനെ ഓതി ഓതി ഇങ്ങനെ വരുമ്പോ സൂറത്തുൽ ജാസിയയെത്തി. സൂറത്തുൽ ജാസിയയിലതാ കാണുന്നു വസഖറ ലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി ജമീഅൻ മിൻഹു. ഈ ആയത്തങ്ങ് കണ്ടപ്പോൾ ഈ പണ്ഡിതൻ വാതിൽ തുറക്കുന്നു, ഉറക്കെ ശബ്ദിച്ചുകൊണ്ട് ഇഫ്തഹുൽ ബാബ് ഇഫ്തഹുൽ ബാബ്, വാതിൽ തുറക്കൂ തുറക്കൂ, എനിക്ക് മറുപടി കിട്ടിപ്പോയി എന്ന് പറഞ്ഞ പണ്ഡിതൻ ആവേശത്തോടെ ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം ആ കുട്ടിയെ വിളിക്കുകയാണ്, ചോദ്യം ചോദിച്ച ഡോക്ടറെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് രാജാവിന്റെ മുന്നിൽ വെച്ച് ഈ ആയത്തങ്ങ് കൊടുക്കുകയാണ്. ആ ആയത്തിൽ എന്താ പറയുന്നത്? ആകാശങ്ങളിലുള്ളത് മുഴുവൻ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് അല്ലാഹു പാകപ്പെടുത്തി തന്നു. ജമീഅൻ മിൻഹു, ആകാശത്തിലുള്ളത് മുഴുവനും അല്ലാഹുവിങ്കൽ നിന്നാണ്, ഭൂമിയിലുള്ളത് മുഴുവനും അല്ലാഹുവിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കഷ്ണമാണ് എന്നാണോ? അള്ളാന്റെ അംശമാണ് എന്നാണോ? ആകാശത്തിൽ എന്തെല്ലാമുണ്ട്, ഭൂമിയിൽ എന്തെല്ലാമുണ്ട്? ഭൂമിയിൽ ചാണകം ഇല്ലേ? ഭൂമിയിൽ കാഷ്ടമില്ലേ? ഭൂമിയിൽ ഭക്ഷണമില്ലേ? ഭൂമിയിൽ മനുഷ്യനില്ലേ? ഭൂമിയിൽ എത്രയോ സൃഷ്ടികളില്ലേ? ഇതൊക്കെ അള്ളാഹുവിൽ നിന്നാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാന്റെ അംശമാണെന്നാണോ? അള്ളാന്റെ കഷ്ണമാണെന്നാണോ? അള്ളാന്റെ മകനാണെന്നാണോ? അല്ലല്ലോ, അള്ളാഹ് പടച്ചതാണെന്നല്ലേ. ഇതുപോലെ റൂഹിൻ മിൻഹു, ഈസാ നബി അള്ളാഹുവിങ്കിൽ നിന്നുള്ള റൂഹാണെന്ന് പറഞ്ഞാൽ അള്ളാഹ് പടച്ച റൂഹാണ് എന്നാണ് അർത്ഥം. ഈ ആയത്ത് അതിനെ തെളിവല്ലേ? ആ ആയത്തങ്ങ് ഓതിക്കൊടുത്തു. അപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരനായ ഡോക്ടർ പരിശുദ്ധ ഇസ്ലാം മതം സ്വീകരിച്ചു. എല്ലാവർക്കും വലിയ സന്തോഷമായി പോയി. മുതഅല്ലിമീങ്ങളെ, പണ്ഡിതന്മാരെ, അള്ളാഹുവിന്റെ ദീൻ അല്ലാഹ് നിലനിർത്തുന്നത് അതിന് ചില കാരണക്കാരെ അല്ലാഹ് വെച്ചിട്ടുണ്ട്. അത് പണ്ഡിതന്മാരാണ് അമ്പിയാക്കൾക്ക് ശേഷം. അതുകൊണ്ട് തന്നെ ഏത് ചോദ്യം ചോദിച്ചാലും അതിനെല്ലാം മറുപടി പറയാൻ അർഹതയുള്ള പണ്ഡിതന്മാരെ, അതിനെല്ലാം ഖുർആനിലും തെളിവ് പറയാൻ അർഹതയുള്ള പണ്ഡിതന്മാരെ അള്ളാഹു ലോകത്ത് കൊണ്ടുവരാതിരിക്കില്ല. ഖുർആനിൽ മറുപടി ഇല്ലാത്ത ഒരു കാര്യവുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ അറിവിൽ അത് പെട്ടുകൊള്ളണമെന്നില്ല, ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഓർമ്മയില്ലാത്തത് പഠിച്ചിട്ടല്ലാതെ പറയാനും പാടില്ല. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. സിറാത്തുൽ മുസ്തഖീമിനെ സംബന്ധിച്ച് ഇനിയും കുറേ പറയാനുണ്ട്, എല്ലാം പറയാൻ കഴിയില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹയുടെ ബാക്കി ഭാഗം നാളെ ഞാൻ സംസാരിക്കാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം.